ഓർത്ത് സ്തോത്രം. ഞങ്ങളെക്കാൾ ഞങ്ങളുടെ പ്രായത്തേക്കാൾ അത്യധികം കർത്താവിന് വേണ്ടി ഓടിയ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനാണ് ചേർന്നായിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ദൈവദാസനോടുള്ള പ്രത്യേക സ്നേഹത്തെ വന്ദനത്തെയും ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. എനിക്കുമ്പോൾ നല്ലൊരു ശുശ്രൂഷ തികച്ച് സ്തോത്രം ചെയ്യുകയാണ് കടന്നുപോയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരൊക്കെ പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ചും ശുശ്രൂഷിച്ചും ഒക്കെ നമ്മെ ഈ രാത്രിയിൽ സ്തോത്രം ഈ നല്ലൊരു ശുശ്രൂഷ നമുക്ക് വേണ്ടി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയും. ക്രിസ്തുവിലുള്ള എല്ലാ സ്നേഹത്തെയും വന്ദനത്തിൽ ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ നിമിഷങ്ങളിലാണ് അറിയാനായിട്ട് ഇടയാത്തിരുന്നത്. ഞങ്ങളൊക്കെ ആരാധനയോടൊരു കണ്ടൊരു മനുഷ്യനാണ് സ്തോത്രം ചെയ്യാൻ ജോൺ ജോസഫ് പാസ്റ്റർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ നിത്യതയിൽ തൻ്റെ വേല ഓട്ടം തികച്ചു വിശ്രമത്തിലായിരിക്കുന്ന കർത്തവൃത്തിൻ്റെ തലമുറയാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ആ കുഞ്ഞുങ്ങളോടൊക്കെ ചേർന്ന് ഈ കാലഘട്ടത്തിൽ ആവശ്യത്തിനോട് ചേർന്നൊരു കാലഘട്ടത്തിൽ നിൽപ്പാൻ ചില സ്ഥലങ്ങളിൽ പരിശുദ്ധ ആത്മാവ് ചില പ്രാർത്ഥനകളിൽ നിൽപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അതുപോലെ തൻ്റെ തലമുറയോട് ചേർന്ന് നിൽക്കാൻ ലഭിച്ചതും ഈ തലമുറയിൽ വലിയൊരു ഭാഗ്യമായി കരുതുന്ന കുഞ്ഞുങ്ങളൊക്കെ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രഭാതം പറഞ്ഞതുപോലെ ലൈവാണ്, ഒത്തിരി ലിമിറ്റേഷൻസുകൾ നമ്മുടെ മുൻപിലുണ്ട്. എങ്കിലും ഇന്ന് രാത്രി വചനത്തിന് പരിമിതികളില്ല, ആത്മാവിന് പരിമിതികളില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിമിതികളുടെ ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുകയാണ്. ശാന്തമായാണ് തുടങ്ങിയതെങ്കിലും നിങ്ങൾ അധൈര്യപ്പെടേണ്ട, പോകെ ഈ ശബ്ദം ശരിയായിക്കൊള്ളും. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രഭാതം കൂടെയായിരുന്ന ദൈവമക്കൾക്കറിയാം. ഇന്ന് രാത്രിയിലും സ്തോത്രത്തിന് ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളെ ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി ഞാൻ സ്തോത്രം പറയുകയും നിങ്ങളോടുള്ള സ്നേഹത്തെ വന്നിടത്തെല്ലാം ഈ പകൽ ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. ലൈവിലൂടെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ നിങ്ങളെയും ക്രിസ്തുവിൽ ഇന്ന് രാത്രി എല്ലാ സ്നേഹത്തെയും വാതിരുവുകളെയും ഇന്ന് രാത്രി ഞാനും നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് കഴിഞ്ഞ പ്രഭാതം നമ്മളൊരു പദം ഇങ്ങനെ ചിന്തിച്ച് വെക്കാനിടയായിത്തീരുന്നു. അനവധി സമ്പത്തിലും സൽകീർത്തിയിലും വെള്ളിയിലും പൊന്നിലും കൃപ നല്ലത്. എല്ലാവരും ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൃപ നല്ലതാണെന്ന് കഴിഞ്ഞ പ്രഭാതം നമ്മൾ ഒത്തിരി ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലൂടെ വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ ആത്മാവിൻ്റെ ശബ്ദങ്ങളുടെ ഒക്കെ ചലിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഭാഗ്യം തരുവാനായിട്ടിടയായി തീർന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ മക്കളെ സമയം നമ്മുടെ മുമ്പിലില്ല, അത് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശബ്ദം വളരെ വേഗത്തിൽ പറഞ്ഞവസാനിപ്പിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്നെ ഓർക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ കുടുംബമാണ്, 3 കുഞ്ഞുങ്ങളുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ ശുശ്രൂഷകനായി ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ദൈവം അയക്കപ്പെടുന്ന ദേശങ്ങളിൽ, സ്റ്റേറ്റുകളിൽ, രാജ്യങ്ങളിൽ ദൈവം ആവോളം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം എന്നാൽ കഴിയുന്ന നിലവാരത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കുമ്പോൾ വല്ലപ്പോഴും, എല്ലാ ദിവസമല്ല വല്ലപ്പോഴും നിങ്ങൾ ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. മുന്നിൽ ശക്തന്മാരായ അഭിഷിക്തന്മാർ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം അവരുടെ പ്രാർത്ഥനകൾ എനിക്കിന്ന് രാത്രി ഈ ശുശ്രൂഷകൾക്ക് വലിയ സപ്പോർട്ടാണ്. അവരുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളുമൊക്കെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ സഭയ്ക്ക് വലിയ അനുഗ്രഹങ്ങളാകുന്നല്ലോ. ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. രാത്രി ഒരു ദൈവജനം വായിച്ചൊരു ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം അതിൽ ശ്രദ്ധിക്കുക. വചനം ഇങ്ങനെ പറയുന്നു: നിനക്ക് അറിഞ്ഞുകൂടയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഒന്നാമേം പറഞ്ഞാട്ടെ. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേം പറഞ്ഞാട്ടെ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരൻ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ചേർന്ന് ഒന്നാമേം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. ശക്തമായി ഇന്ന് രാത്രി ആമേൻ
അവസരം തുറന്ന് ദൈവത്തോട് പറ, അവൻ കർത്താവ് ഇന്ന് രാത്രി നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന രാത്രിയാകണം, ഇന്ന് രാത്രി നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന രാത്രിയാകണം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. അവൻ പ്രവാചകനായ യെശയ്യാവിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, ഞാൻ തളർന്ന ദൈവമല്ല, ഞാൻ ക്ഷീണിച്ചു പോകുന്ന ദൈവമല്ല. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു തളരാത്തൊരു ദൈവം, ക്ഷീണിക്കാത്തൊരു ദൈവം, അതുല്യനായ ആരാധ്യനായി ശ്രേഷ്ഠനായി ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആ കറവടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ഇന്ന് രാത്രി നിന്റെ ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് തളർന്നൊരു ദൈവത്തെ കുറിച്ചല്ല, ക്ഷീണിച്ചൊരു ദൈവത്തെ കുറിച്ചല്ല, ഒരു കാലത്തിലും തളരാത്തൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ കരമടിച്ച് അന്യഭാഷകൾ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങിയാട്ടെ. അവൻ ഇന്ന് രാത്രി ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുക, ക്ഷീണിച്ചിരിക്കുന്നവന് ഇന്ന് രാത്രി ശക്തി നൽകുക. ഈ രാത്രിയിലും അതുല്യനായി ഇതിനകത്തിറങ്ങി വരുന്നുണ്ടോ? അതുരജാലവൈഡ പ്രമദ ഘടകധനാദല അന്തരാദിവൽ ഘടകധന ഘടക ധീവൽ പ്രഭാന അഥാമന റീഗന രഹസ്യാന. കരമണിയുടെ പോരല്ലോ, അന്യഭാഷയുടെ പോരല്ലോ. ഇന്ന് രാത്രി നീ ആരാധിച്ച ദൈവം, നീ മുറുകെ പിടിച്ച ദൈവം അവൻ തളർന്നവനല്ലെന്ന്, ക്ഷീണിച്ചവനല്ലെന്ന് കേട്ട ആരാധിക്കത്തില്ല ഇത്ര യോഗ്യനായൊരു ദൈവത്തെ. അതുരജാല വൈഡ പ്രമാനക വൈഡമന ഘടക അന്തരാദിവൽ ഘടകധന ഘടക ധീവൽ പ്രമന ഘടകസേ. ഇന്ന് രാത്രി തളരാത്തൊരു ദൈവം ഞങ്ങളെ സ്പർശിക്കുന്നതിനായി, ക്ഷീണിക്കാത്തൊരു ദൈവം ഇന്ന് രാത്രി ഞങ്ങളെ സ്പർശിക്കുന്നതിനായി ഇവിടം വിടുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ വന്നതുപോലെയല്ല പിതാവേ. ഈ വിശ്വാസ പോർക്കളത്തിലോടാ ഒരു പുതിയ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നു, ഒരു പുതിയ ബലത്തെ ഞങ്ങളുടെ മേൽ പകരുന്നു, ഒരു പുതിയ ആവേശത്തെ ഞങ്ങളുടെ മേൽ പകരുന്നു ഇന്ന് രാത്രി. ദിവാനഗരികൾ ഘടകധന ഘടക ദീവൽ പ്രമാന അന്ധരാദിവൽ ഘടകജാലവൈഡ പ്രമന ബലിവാന അന്ധരാദിവൽ ഘടകധന ഘടക ദീവൽ പ്രമന ഘടകസേ. അങ്ങനെ അതുല്യനായ ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വരുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ തളർന്നിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് അവൻ ഇന്ന് രാത്രി ബലം വർദ്ധിപ്പിക്കുന്നു. ഈ രാത്രി ദൈവമതില് ബലം തരാമെന്നല്ല, ഉള്ള ബലത്തെ ഇന്ന് രാത്രി പിന്നെ മേൽ വർദ്ധിപ്പിച്ച് ഈ ഉപവാസ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുമ്പോൾ ബലത്തിലല്ല വർദ്ധിച്ചൊരാത്മബലത്തോടെ തന്നെ ഒന്ന് മടക്കാൻ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു, ആത്മബലങ്ങൾ ഇതിനകത്ത് വർദ്ധിക്കുക. അവൻ തളർന്ന ഇടങ്ങളിൽ ആത്മബലങ്ങൾ വർദ്ധിപ്പാ, ക്ഷീണിച്ച ഇടങ്ങളിൽ ഒരു ശക്തിയെ ഇന്ന് രാത്രി അവൻ വർദ്ധിപ്പിക്കുക. ഇന്ന് രാത്രി തന്നെ വെറുതെ അല്ല, ഇനി തളർന്നു പോകാതെ, ഒന്ന് ഓടാൻ ക്ഷീണിച്ചു പോകാതെ പിന്നെ നടത്താൻ കരുത്തനായൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ടല്ലോ. എത്ര പേർക്ക് ഇന്ന് രാത്രി നാമയം പറയാൻ പറ്റുന്നു? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേ ബാല്യക്കാർ ക്ഷീണിക്കണ്, യൗവനക്കാർ ഇടറി വീഴുന്നു, എങ്കിലും ദൈവത്തെ കാത്തിരുന്ന ഒരു ജനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവന്റെ ഒരാത്മബലത്തെ പകരുന്നൊരു രാത്രിയാണ്. ആ കരങ്ങൾ ഇന്ന് രാത്രി അവൻ ശക്തിയോടടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ട് പറ, ഇന്ന് രാത്രി എൻ്റെ മേൽ ഒരാത്മബലത്തെ തരണമെന്നല്ല, എൻ്റെ മേൽ ഒരാത്മബലത്തെ വർദ്ധിപ്പിക്കേണ്ടതിനായി അന്തരാദിവൽ ഘടകധന ഘടക ദീവൽ പ്രഭാന അനുരജാല വൈഡ പ്രഭാനക വൈഡ ബലബലബലബസ്യ. ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നല്ലോ, ദൈവസഭയുടെ ആത്മബലം വർദ്ധിക്കാൻ പോകുക, ദൈവസഭയുടെ കരുത്ത് വർദ്ധിക്കാൻ പോകുക, ദൈവസഭയുടെ അകത്തളങ്ങളിൽ ആത്മബലം വർദ്ധിക്കാൻ പോകുക. കരുത്തന്മാരായ ആത്മീക കരുത്തന്മാരെ പ്രസവിക്കുന്ന ഒരു ദൈവസഭയായി 2025 ഈ ദൈവസഭ തിരിയുക. അഡാമാന റീമാന ഇന്നലകളിൽ കഴിയാത്തതിന് ഈ ആണ്ടുകളിൽ സാധ്യമാക്കുന്ന ആത്മീക കരുത്തന്മാർ ഇതിനകത്തിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നല്ലോ. അഡാമാന ഹീമാന ഹംദരാനല. അഭിഷിക്തന്മാർ ദീർഘദിനരാത്രങ്ങൾ കരഞ്ഞത് വെറുതെയല്ല. അഭിഷിക്തന്മാർ ദിനരാത്രങ്ങൾ ദൈവാലയത്തിനകത്ത് അവരുടെ പോസ്റ്റൽ റൂമുകളിൽ വിട്ടുമടക്കിയത് വെറുതെയല്ല. ഒരു പുതുകുന്ന ആത്മശക്തിക്കായി, പുതുകുന്ന ആത്മബലത്തിനായി ദൈവം ഈ രാത്രിയെ ഓർന്നിരിക്കുന്നുണ്ടല്ലോ.
ഒരു തലമുറ തളർന്നു പോകുമ്പോ, ഒരു തലമുറ ഇടറി വീഴുമ്പോ, ഇന്ന് രാത്രി ദൈവമൈതല് ആത്മീക കരുത്ത് പ്രാപിച്ചൊരു തലമുറ ഇതിനകത്ത് നിന്ന് ക്ഷീണിക്കാതെ ഓടാ, തളർന്നു പോകാതെ ഓടാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കാൻ കരുത്തുള്ളൊരു തലമുറ ഇതിനകത്ത് ഇന്ന് രാത്രി പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. അഡാമാന റീമാന ഹംദാന അനുരജാല വൈഡപ്രമാന അന്തരേരിവൽ ഘടകധന ഘടക ധീവൽ പ്രമാണകസി. ഇന്ന് രാത്രി ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന രാത്രിയാണ്. അതുരജാല വൈഡ പ്രമാണകരീരൽ ഘടകധനഘടകനാഥരകസേ. നമ്മുടെ കണ്ണുകൾ ഒരല്പ നിമിഷം ഒന്നടച്ചാട്ടെ, അധരം തുറന്ന് ദൈവത്തോടൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിത്യനും തേജോമനുമായി ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല ഈ രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദീർഘദിനരാത്രങ്ങളുടെ പ്രാർത്ഥനയുടെ സമാപന രാത്രികളിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. നിന്റെ ഭക്തന്മാർ ദൈവമേ എന്തു ദേശത്തിലും ഏത് ദൈവശബ്ദത്തിൻ്റെ കീഴിലുമാണിരുന്നു കൊണ്ട് ഇതിൻ്റെ രാത്രികൾ പ്രാർത്ഥിച്ചതെന്ന് അങ്ങറിയുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ 39ാമത്തെ രാത്രിയിലും ഞങ്ങൾ അങ്ങയുടെ പാഠപീഠത്തിലടുത്ത് വരികയാണ്. ഇന്ന് രാത്രി ശുശ്രൂഷകൾക്ക് ചുമകൽക്കൂടെ നിങ്ങളുടെ ശക്തന്മാരായ ദൈവദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. പിതാവേ, ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. അവിടെ ദർശനങ്ങൾ ഈ ദേശത്തിനകത്ത് പല പാരമ്പര്യങ്ങളെ പൊളിച്ചുകൊണ്ട് പുറത്തു വരുന്ന ആത്മീക നിയോഗങ്ങളായി മാറേണ്ടതിനായി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുക. തലമുണക്കി പ്രാർത്ഥിക്കുന്ന ലൈവിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാം നിന്റെ ജനത്തിനായി ഞങ്ങൾ സ്തോത്രം പറയുകയാണ്. പിതാവേ, ഈ സന്ദേശം ആരുടെ എല്ലാ കാതുകളിൽ ഹൃദയങ്ങളിൽ എത്തുന്നുണ്ടോ, ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി അവരെയും തൊടുന്നതിനായി ഞങ്ങൾ സ്തോത്രം പറയുകയാണ്. തിരുമുമ്പിൽ ഇന്ന് രാത്രി ഞങ്ങൾ തലവണക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഇന്ന് രാത്രിയിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രഭാതം നമ്മൾ വായിച്ച് ചിന്തിച്ച തിരുവെഴുത്തിൻ്റെ ഒരു ഭാഗം സ്വാതന്ത്ര്യ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ചിന്തിച്ച് തീർക്കാൻ പറ്റുള്ളൂ. രാത്രിയിൽ ഞാൻ ആ ഭാഗം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചെങ്കിലും ദൈവശബ്ദത്തിൻ്റെ പിന്നിൽ ഞാൻ ഇന്ന് രാത്രി തലവണക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ ആ സന്ദേശത്തിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി വായിച്ച് തിരുവെഴുത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ മക്കളെ, കൃപയുള്ളവൻ കാലഘട്ടത്തിൽ എന്തായിത്തീരും എന്നാണ് കഴിഞ്ഞ പ്രഭാതം ഞാൻ അവസാനിപ്പിക്കാനിടയായി തരുന്നത്. നമ്മൾ 4 കാര്യങ്ങൾ ഇതിൻ്റെ മുഖാമുഖം ചിന്തിക്കാനിടയായി തരുന്നത്. അപ്പോൾ കൃപയുള്ളവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ്റെ ആരാധന ശക്തിയുള്ളതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയോടൊരു ദൂത് പറഞ്ഞ് പരിവസാനിപ്പിക്കാനിടയായി. സഭ ആത്മീക കരുത്തിലേക്ക് കയറാൻ സമയമായി. ഒന്നാമേം പറഞ്ഞേ ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞ് പറ, നമ്മുടെ സഭ ഒരു ആത്മീക കരുത്തിലേക്ക് കയറാൻ പോവാന്ന് പറ. അതൊരു വെറും വാക്കല്ല, ഒരു പ്രവചന ശബ്ദമായി ആറ്റ്മോസ്ഫിയറിനെ തിരിക്കും. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ അങ്ങനെ പറഞ്ഞ ഭാഗം പരിവസാനിപ്പിക്കുകയാണ്. പിന്നെ ആ കൃപയുള്ളവൻ്റെ 3 പ്രത്യേകതകൾ കൂടെ ഉണ്ട്. അവൻ്റെ ആരാധന ശക്തമാകുമെന്ന് ഞാൻ പറഞ്ഞു. കൃപയുള്ളവൻ ഏത് വെല്ലുവിളിയും സധൈര്യം ജയിക്കാനിടയായിത്തീരും. അതിൻ്റെ ഒരു ഭാഗം ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഈ വചനത്തോട് ചേർന്ന് പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ വാക്കിനെ വിടുകയാണ്. അപ്പോൾ കൃപ നല്ലതാണ്. ലോകത്തിലെ ഏത് സംവിധാനങ്ങളെക്കാളും കൃപയുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നാമേം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്ത് പറ, ഒരു കൃപ നിന്റെ അകത്തുണ്ടെന്ന് തിരിച്ചറിയണം എന്ന് രാത്രി എന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പിണക്കമാണോ പലരോടും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ശക്തമായി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അകത്ത് ദൈവകൃപ കത്തണം. ഞാൻ ഈ വചനത്തിലേക്ക് നോടി വരാം. നമ്മൾ വായിക്കപ്പെട്ട പുസ്തകം പ്രവാചക പുസ്തകമായ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകമാണ്. നമുക്ക് നന്നായിട്ടറിയാം. അതിന് മുൻപുള്ള പുസ്തകങ്ങളെല്ലാം യോബിൽ തുടങ്ങി മുൻപോട്ടുള്ള 5 പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ കാവ്യ പുസ്തകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാവ്യ പുസ്തകങ്ങളൊക്കെ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ അവരുടെ നല്ല കാലത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളായിരുന്നു കാവ്യ പുസ്തകങ്ങൾ. അവർക്ക് രാജ്യമുണ്ടായിരുന്നു, അവർക്ക് രാജാവുണ്ടായിരുന്നു, രാജകീയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലത്തുണ്ടായ ചില കഷ്ടതകളും വേദനകളുമൊക്കെ അവർ ദൈവത്തെ ആരാധിക്കാൻ ശക്തി ആർജിച്ച ഒത്തിരി ദൈവിക സന്ദേശങ്ങളടങ്ങിയ കാവ്യ പുസ്തകങ്ങളായിരുന്നു മുൻപിലുള്ള പുസ്തകങ്ങളെല്ലാം. യെശയ്യാവിൽ തുടങ്ങി മലാക്കിയിൽ അവസാനിക്കുന്ന 17 പ്രവാചക പുസ്തകങ്ങൾ നമുക്കറിയാം. ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടത്തിലല്ല, ഏതൊക്കെയോ രാജ
രാജാക്കന്മാരുടെ അധിനിവേശത്തിന്റെ കീഴിലും അധികാരത്തിന്റെ കീഴിലും തകർന്നുടഞ്ഞുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം തന്റെ ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ച് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയാ, ഞാൻ നിന്നെ പുറപ്പെടുവിക്കുമെന്ന് പറയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയാ, ഞാൻ നിന്റെ കാലുകളെ ബലപ്പെടുത്തുമെന്ന് പറയാ, നിന്റെ കുഴഞ്ഞ മുലങ്കാലുകളെ ഞാൻ ശക്തിപ്പെടുത്തുമെന്ന് പറയാ. ദൈവം തമ്പുരാൻ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ഇസ്രായേലിനോട് സംവാദിച്ച അവരോട് ഇടപെട്ട 17 പ്രവാചക പുസ്തകങ്ങൾ ചെറുതും വലുതുമായി ഇസ്രായേൽ ഒരു കാലഘട്ടത്തിൽ ബലപ്പെടുത്താനിടയായി. അതുകൊണ്ട് യെശയ്യാവിൽ തുടങ്ങി മലാക്കിയിൽ അവസാനിക്കുന്ന പ്രവാചക പുസ്തകങ്ങളൊന്നും ഇസ്രായേലിന്റെ സുവർണ്ണ കാലഘട്ടങ്ങളിൽ എഴുതിയതല്ല. ഇന്ന് രാത്രി ഞാൻ പറയാ, കാലം സുവർണമല്ലെങ്കിലും വിളിക്കാൻ ഒരു ദൈവദാസനോ ദൈവകുഞ്ഞോ ഏത് രാജ്യത്തിന്റെ സംവിധാനത്തിനകത്തുണ്ടെങ്കിലും കാലം നോക്കാതെ, അധിനിവേശം നോക്കാതെ, അധികാരം നോക്കാതെ അവന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തെ പ്രവാചക പുസ്തകത്തിനകത്ത് എനിക്കും നിനക്കും ദർശിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഏത് രാജ്യത്തിനകത്താണ് എന്റെ ദൈവത്തിന് അറിയണ്ട, ഏത് സംസ്കാരത്തിനകത്താണ് ഇന്ന് രാത്രി നീ എന്നറിയണ്ട, ഏത് അതോറിറ്റിക്ക് കീഴിലാണ് നീ എന്നെ ദൈവത്തിന് അറിയണ്ട. ഇരിക്കുന്ന ഇടത്ത് അവൻ നിന്റെ ഏതവസ്ഥയിലും നിലവിളിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ രാജ്യം നോക്കാതെ, സംസ്കാരം നോക്കാതെ, ജാതി നോക്കാതെ, ഇടം നോക്കാതെ, അധികാരം നോക്കാതെ ഇറങ്ങി വരുന്നൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ പറ, ഏത് കാലത്തിലും തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു അസാധാരണനായ ഒരു ദൈവം ഇന്ന് രാത്രിയിൽ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയ, എന്റെ ഹൃദയത്തിന്റെ സങ്കോലമറിയ, അവൻ അണമുറിയും തന്റെ വാക്കുകൾക്ക് ഉത്തരം പറയാ ഒരുത്തരും ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ രാജ്യം എന്റെ ദൈവത്തിന് വിഷയമല്ല, നിന്റെ സംസ്കാരം എന്റെ ദൈവത്തിന് വിഷയമല്ല, അവൻ നീ ഇരിക്കുന്ന രാജ്യം എന്റെ ദൈവത്തിന് വിഷയമല്ല. അതൊരു ജാതി അതോറിറ്റിക്കകത്തിരിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിനത് വിഷയമല്ല. ഒരു ദാനിയേൽ കൽദയ പട്ടണത്തിനകത്തിരിക്കുമ്പോൾ അവന്റെ നിലവിളിക്ക് വേണ്ടി രാജ്യം നോക്കാതെ, അധികാരം നോക്കാതെ ഇറങ്ങിയ ഭയമെങ്കിൽ ഇന്ന് രാത്രി നീ അവന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് വേണ്ടി, അവൻ ഇന്ന് രാത്രി അവന്റെ മുമ്പിൽ വളർന്നതിന്റെ സാഹചര്യത്തിന് വേണ്ടി നിലവിളിക്കാൻ തയ്യാറെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അഡാമാന റീമാന ഹംദാന അനുരജാല വൈഡ പ്രമാന അന്തരാരിവൽ ഘടകരകടകരീവൽ പ്രമാനകസ്യേ. ഈ രാത്രി എന്റെ ദൈവം ഇറങ്ങി വരും കേട്ടോ. ദൈവത്തിന് അധികാരങ്ങൾ വിഷയമല്ല, ദൈവത്തിന് രാജ്യങ്ങൾ വിഷയമല്ല, ദൈവത്തിന് രാജാക്കന്മാർ വിഷയമല്ല. വിഷയം ദൈവത്തെ ആരാധിക്കുന്നവൻ അതിനകത്തുണ്ടോ എന്നുള്ളതാണ് എന്റെ ദൈവത്തിന്റെ ചോദ്യം. അതിനകത്ത് എന്റെ ദൈവത്തെ നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ ആ രാജ്യത്തെ അവനെ സ്വാധീനിക്കുന്ന എന്റെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരിക. കാരണം എന്തെന്നറിയാമോ? ഭൂമിയും പൂർണ്ണതയും അതിലും നിവാസികളുമല്ല എന്റെ ദൈവത്തിനുള്ളതാകയാൽ എന്റെ ദൈവത്തിന് രാജ്യം വിഷയമല്ല. അതുകൊണ്ട് കാലം നോക്കാതെ, സംസ്കാരം നോക്കാതെ, രാജ്യം നോക്കാതെ, അധികാരം നോക്കാതെ ഇറങ്ങി വരുന്ന അതുല്യനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി ആ കരം ഉയർത്തി ആ ദൈവത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളോ, നിന്റെ ഭാരങ്ങളോ, നിന്റെ ആവശ്യ ഭാരങ്ങളോ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് വിഷയമല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അവൻ നിനക്ക് വേണ്ടി അവൻ ഇന്ന് രാത്രി ഇറങ്ങി വരും. ഈ ആരാധനകളുടെ പ്രാർത്ഥനകളുടെ 39ാമത്തെ രാത്രി അവൻ ഞാൻ ദൈവജനത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നീ ഏത് അതോറിറ്റിക്ക് കീഴിലെന്നുള്ളതല്ല എൻ്റെ ദൈവത്തിൻ്റെ ഇന്ന് രാത്രിയിലെ വിഷയം. നീയാണ് എൻ്റെ ദൈവത്തിൻ്റെ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ടാ ദൈവത്തിൻ്റെ മക്കളെ കാലം നോക്കാതെ, സംസ്കാരം നോക്കാതെ, രാജ്യം നോക്കാതെ, അധികാരം നോക്കാതെ അവൻ ഈ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലല്ല, ഇസ്രായേലിൻ്റെ പ്രവാസകാലങ്ങളിലല്ല നിലവിളിച്ചവന് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ ഭാഗം ഞാൻ വിടുകയാണ്. അതുകൊണ്ട് പ്രവാചക പുസ്തകങ്ങളൊന്നും ഇസ്രായേലിൻ്റെ സുവർണ്ണ കാലഘട്ടങ്ങൾ എഴുതിയുള്ളതല്ല. അർത്ഥാൽ ദൈവത്തിൻ്റെ മക്കളെ, ഇനി നിനക്കൊരു കട്ടതയുടെ പീഡ് നിൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിലും അതിനകത്തും ഇറങ്ങി വരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നാമയം പറഞ്ഞേ ഹല്ലേലൂയ.
രാത്രി അങ്ങനെ പറഞ്ഞ ആ മഹല്ലിലെ വാക്കിനെ ഇന്ന് രാത്രി ഞാൻ പര്യവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞ ആശയം ദൈവത്തിൻ്റെ മക്കളെ. അപ്പോൾ പ്രവാചക പുസ്തകങ്ങളിൽ സ്തോത്രം ചെയ്യുന്ന ശ്രദ്ധകരമായൊരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്ന് നമുക്കറിയാം. ബൈബിളിനകത്തെ ബൈബിൾ എന്ന് പറയപ്പെടുന്നൊരു പുസ്തകം കൂടെയാണ്. ഇന്ന് രാത്രി അതും അതിൻ്റെ ആധികാരികത പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഭാഗം വിടുകയാണ്. കാരണം വലിയൊരു സന്ദേശം നിങ്ങളുടെ അകത്ത് തന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്. ആമേൻ. ഒരു സമയം എൻ്റെ മുൻപിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ എനിക്കൊരു സ്വാതന്ത്ര്യം കൂടെ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ദൈവത്തിൻ്റെ മക്കളെ എനിക്കറിയാം തിരുദൂരമൊക്കെ താണ്ടി ആമേൻ ഹല്ലേലൂയ ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ വന്ന് ആമേൻ നിൽക്കുമ്പോൾ അധികം വൈകി നിങ്ങൾ എനിക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അത് നാളെ ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് ദൈവസഭയ്ക്ക് ഇതിൻ്റെ ശുശ്രൂഷയുടെ ഭംഗിക്കൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്ഷിപ്തമായ സമയത്തിൻ്റെ അകത്തിതുകൊണ്ട് ആമേൻ തീർന്നാലും തീർന്നില്ലേലും നിങ്ങളോട് ദൈവശബ്ദം പറഞ്ഞ് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അപ്പോൾ ഞാൻ പറഞ്ഞ ആശയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രവാചക പുസ്തകമായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ബൈബിളിനകത്തെ ബൈബിൾ എന്നറിയപ്പെടുന്നൊരു പുസ്തകമാണ്. ബൈബിളിന് 39 പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ പഴയ നിയമം പോലെ, വേണ്ടിവരുന്ന 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തെ പോലെയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആദ്യത്തെ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തോട് തുലം ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ശേഷം വരുന്ന 27 അധ്യായങ്ങൾ ആമേൻ പഴയ നിയമത്തിന് അപ്പുറമായി പുതിയ നിയമത്തിലെ ദൈവിക ഇടപെടലുകളോട് തുലനം ചെയ്യുന്ന പുസ്തകങ്ങളാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് പ്രവാചക പുസ്തകം. അങ്ങനെ പറഞ്ഞതിൻ്റെ ആധികാരികത ഇന്ന് രാത്രി ഞാൻ നിർത്തുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ അതിനകത്ത് 40-ാമത്തെ അധ്യായം നമുക്കറിയാം. ഞാൻ പറഞ്ഞു ആമേൻ 39 അധ്യായങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമത്തോട് ഒരു തുലനം ചെയ്യുന്ന 27 അധ്യായങ്ങൾ സമാരംഭിക്കുന്ന ആമേൻ ഹല്ലേലൂയ അധ്യായമാണ് ഈ ആമേൻ 40-ാമത്തെ അധ്യായം എന്ന് ഞാൻ പറയാനിടയായിത്തീർന്നു. ഇതിനകത്ത് 2 സംവിധാനങ്ങൾ, 2 വ്യക്തികളുടെ പ്രവേശനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആമേൻ നമുക്ക് കാണാൻ പറ്റുന്നത് യോഹന്നാൻ സ്നാപകന്റെ രംഗപ്രവേശനത്തിനുള്ള മുന്നോടിയാടിയിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. 2 ആമേൻ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ ഇടപെടലുകൾ ദൈവം ആരാന്ന് ക്രിസ്തുവിലൂടെ എങ്ങനെ വെളിപ്പെടും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അധ്യായം കൂടെയാണ് 40-ാമത്തെ അധ്യായം. അങ്ങനെ പറഞ്ഞ് ഈ 40-ാമത്തെ അധ്യായത്തിൻ്റെ വിവരണവും ഇന്ന് രാത്രി ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം നാം വായിച്ച തിരുവെഴുത്തിൻ്റെ ആഴം ഇത്രയുള്ളൂ. 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ എല്ലാം എനിക്കും ഇന്ന് രാത്രി വ്യാഖ്യാനിച്ചു തീർക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് ആകത്തുക പറഞ്ഞ് ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് പരിവസനം കുറിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 28-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. ഒന്നാമയം പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിലെ ഞാനും നീയും ആരാധിക്കുന്ന ദൈവം ആമേ നിത്യനാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേ കരം ഉയർത്തിയത് പോരാ, ശബ്ദം ഉയർത്തിയത് പോരാ. അഭിമാനത്തോടെ ഈ പട്ടണത്തിൽ അഭിമാനത്തോടെ നിന്നുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ നിത്യനാണ്. ഇന്നലകൾ കണ്ട ദൈവമല്ല, ഇന്നുണ്ടായ ദൈവമല്ല, ഇന്നലകൾ ഇല്ലാതെ ഇന്ന് പ്രത്യക്ഷപ്പെട്ട ദൈവമല്ല. അഠാമന റീവനെ രഹസ്യാന അന്തരാദിവൽ ഘടകടക അതുരജാല വൈഡ പ്രമാണക രഹസ്യ. ഇന്ന് രാത്രി ദൈവത്തിന് ബദല് ആത്മാവ് നിന്നോട് ഇന്ന് രാത്രി ശക്തമായി ഒരു തൂത് കൈമാറുകയാണ്. നീ മുറുകെ പിടിച്ച ഇന്ന് രാത്രി തലമണക്കിയ ഇന്ന് രാത്രി നിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. അവൻ ഇന്ന് രാത്രി കടന്നു വന്ന് മുട്ടുമടക്കിയ നിന്റെ ദൈവം നിത്യനായ ദൈവമാണ്. അടാമന റീവനെ റകാല അന്തരാദിവൽ ഘടകടക അന്തരാദിവൽ ഘടകടക തീവൽ പ്രമാണക സന്തരാനകസ്യം. ഇന്ന് രാത്രി നിത്യനാണെന്ന് പറഞ്ഞ പദം അഭിഷിക്തനോട് ചോദിച്ചാൽ നിങ്ങളോട് പറഞ്ഞു തരും. ഹല്ലേലൂയ. ഒറ്റ വാക്കുകൊണ്ടോ ഒറ്റ പ്രസംഗം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ പദം അങ്ങനെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ തരികയാണ്. നിത്യനായത ഒറ്റ അവൻ ഹല്ലേലൂയ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിൻവലിയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ദൈവത്തിൻ്റെ മക്കളെ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നത് എവിടെ മുതലാണെന്നറിയാമോ? ഏദൻ പർദീസ മുതലാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ആദമിനെ ഹവ്വയും കാണാൻ ദൈവം ഏദൻ പർദീസയ്ക്കകത്ത് ഇറങ്ങി വരും. ആദമേ സുഖമായിരിക്കുന്നു, ഹവ്വ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കാൻ നല്ലൊരു പിതാവിനെ പോലെ ഇറങ്ങി വരുന്നൊരു ദൈവത്തെ ഏദൻ പർദീസയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ഏദൻ പർദീസ എന്നേക്കുമായി അവർക്ക് നഷ്ടമായി. എങ്കിലും ദൈവം തമ്പുരാൻ തൻ്റെ സ്നേഹം പര്യവസാനിപ്പിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പറയാ, ആ ഏദൻ പർദീസയ്ക്കകത്ത് കണ്ട ദൈവം ഇന്ന് രാത്രി ദൈവമക്കളെ നൂറ്റാണ്ടുകൾ താണ്ടി 2000
2025 ഞാൻ ഇന്നും നിൽക്കുമ്പോഴും ആ ദൈവത്തിന് അതേപോലെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ, അതേപോലെ ഇടപെടാൻ പറ്റുമെങ്കിൽ, അതേപോലെ നിന്റെ വ്യവസ്ഥയോട് ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരാണ് നിത്യനായ ദൈവം. കാലങ്ങളും തലമുറകളും എത്രയോ കാലം നമ്മ വിട്ട് കടന്നുപോയി. അവൻ ഇന്ന് രാത്രിയിൽ ശക്തി കുറയാതെ, തേജസ് കുറയാതെ, യോഗ്യത കുറയാതെ ആ ദൈവം ഇന്ന് രാത്രിയിൽ നിന്നെ തൊടാൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, നിന്നോട് ഇടപെടാൻ ഇന്ന് രാത്രി അങ്ങനെ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരാണ് നിത്യനായ ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തെ ചുംബുമ്പോ അഭിമാനത്തോടെ പറയണം, ഇന്നലകളിൽ കണ്ടവനല്ല, ആർക്കോ അറിഞ്ഞുകൂടാത്ത ദൈവത്തെ അല്ല, മനുഷ്യന്റെ സൃഷ്ടി മുതൽ ഞാൻ കാണുന്നൊരുത്തൻ, അതിനപ്പുറം അനാദി നിത്യതയുണ്ട്. അവിടെ മുതൽ അവൻ നിത്യതയുടെ മണിമകുടമായിരുന്നവൻ. അവനാലും അവന് വേണ്ടിയും അവന് ഉണ്ടാക്കപ്പെട്ട അവൻ സർവസ്വത്തിന്റെ ഉടമസ്ഥനായ എന്റെ ദൈവം ഇന്നും രാത്രി എന്നോട് ഇടപെടാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരാണ് നിത്യനായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് അഭിമാനത്തോടെ ഈ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവം നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. അത് ഇച്ചിരി കൂടി പുതിയ നിയമവിശ്വാസികൾക്ക് മനസ്സിലാകാൻ വേണ്ടി യോഹന്നാൻ നന്നായിട്ട് പറയാനിടയായി തീർന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞതായി നമ്മുടെ ഇടയിൽ വന്നു പാർക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ സാരം, പുതിയ നിയമവിശ്വാസിക്കൊരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർഗം യോഹന്നാനോട് പറയാനിടയായി, അവൻ എല്ലാ സുവിശേഷകരും എഴുതിയതുപോലെയല്ല, അവൻ തുടക്കം നീ എഴുതേണ്ടത് അനാദി നിത്യതയ്ക്ക് മുമ്പ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഈ കാലത്തിലും ആ ദൈവം ഉണ്ടെന്ന് പറയാനാണ്. ഇതിനകത്തെ രണ്ട് പദത്തിനകത്തേക്ക് പ്രവേശിക്കാനാണ് ഇത്രയും ആവേശത്തിനകത്ത് ഈ സന്ദേശം ഞാൻ പറഞ്ഞു വിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാരമുണ്ടാകരുത്. എനിക്കറിയാം സന്ദേശത്തിനകത്തൊരല്പം ആവേശം എനിക്ക് കൂടുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം, സ്വീഡിച്ചിരി കൂടുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. അവന് കാരണം എന്തെന്നറിയാമോ? രണ്ട് പദങ്ങൾ നിങ്ങളുടെ അകത്ത് തന്ന് ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി രാത്രി പ്രാർത്ഥിക്കണം എന്നെൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ്. അവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ, അതല്ല ദൈവത്തിൻ്റെ നിയോഗമെങ്കിൽ നമുക്കതിനെ വിടാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ അറിവാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ അറിയുന്നത് മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളിൽ ഏതൻ പ്രദേശ മുതലാണ്, അതായത് നിത്യത മുതൽ ദൈവമുണ്ട്. ഇന്ന് രാത്രി നമുക്കതിനെ സവിസ്തരം പറഞ്ഞു കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി രാത്രി രണ്ടാമത്തൊരു ചിന്തയ്ക്കകത്തൂടെ ഒന്ന് കയറി നമുക്ക് ആ വചനത്തിനകത്ത് വരാം. ഹല്ലേലൂയ. ഒരു ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ അവൻ അബ്രഹാമായിരുന്നു. ഇന്ന് രാത്രി ചിന്തിക്കണേ ദൈവത്തിൻ്റെ മക്കളെ, ഒരു വലിയ ദൈവശബ്ദ ദൈവത്തിൻ്റെ കാതുകൾ കേട്ടു. ഞാൻ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് അവൻ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. എവിടേക്ക് പോകണമെന്നോ, എവിടെ പാർക്കുമെന്നോ, എവിടെ കിടക്കുമെന്നോ, എന്ത് തിന്നുമെന്നോ, എന്ത് കുടിക്കുമെന്നോ ദൈവത്തിന് അറിയത്തില്ല. അപ്പം ചോദിച്ച് എവിടേക്കാണ്? അവൻ പറഞ്ഞു, എന്നോട് സംസാരിച്ചൊരു ദൈവമുണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി? ദൈവങ്ങളെ ഉണ്ടാക്കുന്ന, ദൈവങ്ങളെ ചുമന്ന അവൻ വീട് വീടാന്തരം ഇറങ്ങി കയറി ചോദിക്കുന്നു, ദൈവങ്ങളെ വേണമോ എന്ന് ചോദിച്ചവൻ്റെ സംസ്കാരത്തിനകത്ത് ആ ദൈവങ്ങളൊന്നും ഇവനോട് സംസാരിച്ചില്ല. സംസാരിക്കുന്നൊരു ദൈവത്തെ കണ്ടപ്പോൾ അബ്രഹാമിന് ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് ചോദിക്കുന്നത്, എന്ത് കട്ടറകളിൽ നിന്ന് ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ ചലിക്കുന്ന ചോദിച്ച അവരിന്ന് രാത്രി അഭിഷേകത്തോടെ തൂത് നിങ്ങളോട് പറയും, ഞങ്ങളോട് എല്ലാ കാലത്തും ഇടപെട്ടും സംസാരിച്ചും ഞങ്ങളെ ഇതുവരെ നടത്തിയ ഒരുത്തനേ ഉള്ളൂ, അത് ഞങ്ങളുടെ ആരാധ്യനായ ദൈവമാണ്. മറ്റൊരുത്തനെയും ഞങ്ങൾ കണ്ടിട്ടില്ല, മറ്റൊരുത്തനും ഞങ്ങളോട് ഇടപെട്ടില്ല. ഏത് ഞങ്ങളുടെ കട്ടറയിലും സാരമില്ല കുഞ്ഞ് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച, ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്നോട് ഇടപെട്ട, കട്ടറ വന്നപ്പോൾ മാളയതിന് പരിഹാരമുണ്ടെന്ന് എന്നോട് ഇടപെട്ട ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ പരമോന്നതനായ എൻ്റെ ഇന്നിൻ്റെ ആരാധ്യനായ എൻ്റെ യേശു മാത്രമാണ്. അതുകൊണ്ടാണ് കട്ടറ വന്നിട്ടും ഈ ഭക്തന്മാർ പിൻവലിയാത്ത, കട്ടറ വന്നിട്ടും ഈ
ദർശനം വിട്ടവർ മാറിപ്പോകാത്ത അവൻ ഭാരം വന്നിട്ടും വെല്ലുവിളി നേരിട്ടും ഒറ്റപ്പെടൽ വന്നിട്ടും ഘോരഘോരം വാരോരാതെ വെല്ലുവിളിച്ച് അവൻ സ്വത്രം ചെയ്യുകയാണ്. കായികപരമായി കരുത്തന്മാരുണ്ടായിരുന്നിട്ടും അവരാര് പിൻവലിയാതെ അവൻ നിന്നതിന്റെ കാരണം അവരോട് സംസാരിച്ചൊരു ദൈവം ഉണ്ടായിരുന്നു. റമാന ഹംദന അഥാമ റീബനെ രഹസ്യാന. അങ്ങനാണെങ്കിൽ രാത്രി ഞാൻ ദൈവസഭയോട് പറയാ, അങ്ങനെ സംസാരിച്ചൊരു ദൈവം നിന്നോട് ഇടപെട്ടത് സത്യമെങ്കിൽ ഇന്ന് രാത്രി നീ കുറിച്ചു വെച്ചോ. ദൈവസഭയുടെ ഉദ്ധാരണം അടുത്തൊരു ഘട്ടത്തിലേക്ക് ചലിക്കാൻ അവൻ സമയമായി. ദൈവസഭയുടെ ആത്മതലം അടുത്തൊരു ഘട്ടത്തിലേക്ക് അവൻ ചലിക്കാൻ സമയമായി. കാരണം ഈ ഭക്തന്മാരോട് കാടുകൾ മുടങ്ങിക്കെട്ടത് ഒരു മാനസിക ശബ്ദമല്ല, കൂടെയുണ്ടെന്ന് പറഞ്ഞ് സ്വർഗീയ ശബ്ദം അവരുടെ കാടുകളെ തൊട്ടെങ്കിൽ ഇന്ന് രാത്രി ആ ദർശനത്തിന്റെ അവൻ പൂർത്തീകരണം അടുത്തൊരു സ്റ്റേജിലേക്ക് ചലിക്കുവാണ്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാ, നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അത് എല്ലാ കാലത്തിലും എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാ. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം നിങ്ങളിലേക്ക് വിടുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ ദൈവമക്കളെ. അപ്പോൾ ചുവന്ന ദൈവങ്ങളെ കൊണ്ട് അവൻ ദൈവങ്ങൾ വേണോവെന്ന് ചോദിച്ചു നടന്ന് ഒരിക്കൽ പോലും എൻ്റെ ചിന്തയും എൻ്റെ ഭാവനയുമാണ്. ഒരിക്കൽ പോലും അബ്രഹാം ചുമലിരിക്കുന്ന ദൈവത്തെ ഇങ്ങനെ മുഖമൊന്നുയർത്തി നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ചിന്ത. കാരണം അപ്പനുണ്ടാക്കുമ്പോൾ ഇവനുണ്ടാക്കുമ്പോൾ ദൈവത്തെ നന്നായിട്ട് അവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ ആ ദൈവത്തെ പിന്നെ നോക്കണമെന്ന് ആഗ്രഹമില്ല. ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മക്കള് ഈ ദൈവങ്ങൾ അബ്രഹാമിനോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ സംസാരിക്കുന്ന ദൈവത്തെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയപാളികൾ പടയ്ക്കാൻ തുടങ്ങി. ഇവൻ്റെ പിന്നാലെ ഒന്ന് നടക്കണം. ഹല്ലേലൂയ. ഇവൻ്റെ ശബ്ദം എനിക്കെല്ലാ കാലത്തും കേൾക്കണം. ദൈവത്തിന് വൈതല് ഇന്ന് രാത്രി അങ്ങനാണ് നിന്റെ ആമേ ഇറങ്ങിത്തിരിപ്പെങ്കിൽ ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, കാലങ്ങൾ വിദൂരമല്ല. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ തൊടാ. കാലങ്ങൾ വിദൂരമല്ല. നിന്റെ തലമുറയെ ശക്തീകരിക്കാൻ കാലങ്ങൾ വിദൂരമല്ല. നീ കണ്ടിറങ്ങി തിരിച്ച ദൈവം അവൻ നിന്റെ സ്ഥിതിയെ മാറ്റാം. നീ കണ്ടിറങ്ങി തിരിച്ച ദൈവം നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റാം. നീ കണ്ടിറങ്ങി തിരിച്ച അവൻ ദൈവം നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റാം. നീ കണ്ടിറങ്ങി തിരിച്ച ദൈവം നിന്റെ സമ്പത്തിന്റെ സ്ഥിതി മാറ്റാം. നീ കണ്ടിറങ്ങി തിരിച്ച ദൈവം അവൻ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റാം. നീ കണ്ടിറങ്ങി തിരിച്ച ദൈവം നിന്റെ ആടിന്റെ വിസ്താർത്തി അവൻ ചേഞ്ചസ് ആക്കാം. എന്റെ ദൈവത്തിന്റെ കാലങ്ങൾ വിദൂരമല്ല. അതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞു? ആ ദൈവശബ്ദത്തോട് പ്രതികരിക്കുകയും ഇറങ്ങിത്തിരിക്കുന്നവനോടുകൂടി എല്ലാ കാലത്തും എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടത് കാതുകളിൽ ദൈവശബ്ദമെങ്കിൽ അധൈര്യപ്പെടരുത്. ആര് പിന്നിലേക്ക് വലിച്ചാലും പിന്മാറിപ്പോകരുത്. അവൻ നിന്നെ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. അപ്പനായ തേരഹ് ചോദിച്ചു, എവിടാ യാത്ര? അവൻ പറഞ്ഞ് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ സംസാരിക്കാത്ത അവൻ ഈ പൊട്ടന്മാരെ പോലെയല്ല, സംസാരിക്കുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇനി കാട്ടിലാണേലും മരത്തിൻ്റെ മണ്ടയിലാണേലും വഴിയരികിലാണെങ്കിലും ആറ്റുവരമ്പത്താണേലും അവൻ എന്നോട് സംസാരിക്കുമല്ലോ. ഇതായിരുന്നു അബ്രഹാമിൻ്റെ ധൈര്യം. ഈ രാത്രി അങ്ങനെ ഒരു ധൈര്യത്തിനകത്താണ് ഈ 39ാമത്തെ രാത്രി ഇതിനകത്ത് നീ തലവണക്കിയതെങ്കിൽ നിന്നോട് ദൈവം ശക്തമായി ഒരു വ്യക്തിയെ തൊട്ട് സംസാരിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിന്നോട് പറയുക, ആ ധൈര്യപ്പെടണ്ട. കാട്ടിലാണേലും മരത്തിലാണേലും മലയിലാണേലും ആറ്റുവരമ്പത്തിലാണേലും റോട്ടിലാണേലും ഓഫീസിലാണേലും അവൻ കുടുംബത്തിനകത്താണേലും വാഹനത്തിനകത്താണേലും അവൻ ദൈവശബ്ദം കേൾക്കുക. അഭിഷേകമുള്ളൊരു കാറ് നിനക്കുണ്ടെങ്കിൽ അവൻ അടഞ്ഞിരിക്കുന്ന വായുള്ള ദൈവമല്ലോ, സംസാരിക്കുന്ന നാവുള്ള ഒരു ദൈവം നിന്നോട് ഏത് കാലാവസ്ഥയിലും ഇറങ്ങി വരും. അടാമാന റീവാന ഹംദാന അനുരരാല വൈഡ പ്രമാണകനികടന ഘടക അടകജാല വൈഡ പ്രമാണ അന്തേരിവൽ ഘടകടന ഘടക ദീവൽ പ്രമാണക വൈഡവന ഘടകസേ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ശബ്ദമാണ് നിന്റെ കാടുകളിൽ മുടങ്ങിക്കെട്ടതെങ്കിൽ സധൈര്യം നിനക്ക് ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ വഴിയിൽ നിന്നെ വിടുന്നൊരു ദൈവമല്ല എൻ്റെ ദൈവം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് നിങ്ങളിലേക്ക് ആ ചിന്തയെ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. അതുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു ഒരു ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കള് അവൻ ഹല്ലേലൂയ കൂടെ സഞ്ചരിക്കാൻ വാഹനമൃഗവും അവൻ സ്വോത്രം ചെയ്യുകയാണ്. അവൻ കുറച്ച് വ്യക്തികളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ അവൻ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മമ്മ
സാറായിയുടെ തോപ്പിൽ അവനൊരു വലിയ വ്യസനത്തോടിരിക്കുന്നു. ചോദിച്ച്, എന്താ അബ്രഹാമേ? അന്ന് 25 വർഷങ്ങൾക്ക് കേട്ടൊരു ദൈവശബ്ദത്തിൻ്റെ പിമ്പിൽ ഒരു ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പറഞ്ഞൊരു പാദം ഇതാണ്, കർത്താവേ നീ എന്നെ എല്ലാ നിലവാരത്തിലൊക്കെ നീ എന്നെ അനുഗ്രഹിച്ചു, പക്ഷേ ഇതിനൊന്നൊരു അവകാശമില്ല. സ്വർഗം പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ തരും. ദൈവം വാക്ക് മാറ്റി പറയില്ല. കാലങ്ങൾ അല്പം വൈകി. അബ്രഹാമിന് വ്യസനം തോന്നി. സാറ പറഞ്ഞു, സ്ത്രീകൾക്കുള്ള പതിവെനിക്ക് നിന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ പൈതല് ദൈവം തൻ്റെ വാക്ക് മാറ്റി പറയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാർദ്ധക്യം എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ലെന്ന് ദൈവം അബ്രഹാമിനെ സാറയും കൊണ്ട് തെളിയിച്ചതാ. ഇന്ന് രാത്രി ഞാൻ ഭാഗം വിടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ വൈകിയാണേലും ഒരു മകനെ ദൈവം കൊടുത്തു. പേര് നമുക്കെല്ലാവർക്കും അറിയാം, ഈസഹാക്ക്. അവനും മക്കളെ കൊടുത്തു. നമുക്കറിയാം യാക്കോബും അവൻ്റെ ജേഷ്ഠ സഹോദരനും. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? ഇങ്ങനെ ആരംഭിച്ചൊരു ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ 430 സംവത്സരം മിസ്രൈമിൽ അടിമകളായി പാർത്തു. അതും നമുക്ക് വിടാം. ദൈവത്തിലെ അതിൽ നിന്ന് പുറത്തു വരുന്നു. കനാൻ ദേശം അവകാശമാക്കുന്നു. അവർക്ക് അതിരുകൾ, മഹാസമുദ്രത്തിന്റെ അതിരുകൾ വരെ അതിരുകൾ നിശ്ചയിച്ച് ദൈവം തമ്പുരാൻ അവരുടെ ഭൂവിസ്തൃതി വിശാലമാക്കി അവരെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടും തീരുന്നില്ല. പിന്നെ സ്വത്രം തികയാണ്. സഞ്ചരിച്ച സമാഗമന കൂടാരം മാറി ദൈവത്തിന്റെ മക്കള് ദൈവത്തിന്റെ ആലയം ശലോമോന്റെ സംവിധാനം മുതൽ സമാരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് ദൈവത്തിനോട് ഈ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ജാതികളെ പോലെ ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജാവ് വേണം. ഹല്ലേലൂയ. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്നോ ആവോളം അവർ ദൈവസന്നിധിയിൽ അനുഭവിച്ചവരാണ്. നമുക്ക് ആ ഭാഗവും വിടാം. ഈ രാത്രി ഞാൻ പറഞ്ഞത്, ഒരു ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ പിൽക്കാലത്ത് രാജാവായി, ആരാധന സംവിധാനങ്ങളായി, കാർഷിക നിയമങ്ങളായി. ദൈവത്തിന് മുതൽ കൊണ്ടും തീരുന്നില്ല. ദൈവത്തെ ആരാധിക്കേണ്ട സംവിധാനങ്ങൾ അവൻ അങ്ങനെ പറയുന്ന അടുക്കും ചിട്ടയുമുള്ള ഒരു സാമ്രാജ്യത്വ ശക്തി പോലെ ഇത് വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇങ്ങനെ ശക്തമായി പ്രബലപ്പെട്ട ഒരു രാജ്യത്തിനകത്ത് ദൈവജനം ഇന്ന് നാം ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് മുതൽ മറ്റൊരു രാജ്യത്തിനകത്ത് പ്രവാസികളെ പോലെ മറ്റൊരുത്തന്റെ അധിനിവേശത്തിന്റെ കീഴിൽ ചെന്നമർന്ന് നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്, നിനക്കറിയത്തില്ലയോ? നീ കേട്ടിട്ടില്ലയോ? നിന്റെ ദൈവം അവൻ നിത്യനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരമുയർത്തിയ നാമം പറഞ്ഞാട്ട് ഈ ദൈവത്തെ അഹങ്കാരത്തോടെ കൊണ്ടു നടന്നവൻ, ഈ ദൈവത്തെ അഭിമാനത്തോടെ ചുമന്നവൻ അവൻ തകർന്നു പോയി. അടുത്തൊരു തലമുറയോട് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്, നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യനായ ദൈവം. എൻ്റെ ഭാഷ്യത്തിലും എൻ്റെ ശൈലിയിലും പറഞ്ഞ ദൈവമക്കളെ, ഇത് ചോദിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അപ്പനൊക്കെ മക്കളോടൊക്കെ എൻ്റെ മോനോടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കടാ, പപ്പയെ നിനക്കറിയത്തില്ലേ? പപ്പ അത് ചെയ്തു തരുമെന്ന് നിനക്കറിയത്തില്ലേ എന്ന് ഞാൻ പല ആവർത്തി ചോദിക്കാറുണ്ട്. പലയിടങ്ങളിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല സ്വത്തത്തിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, ഇന്ന് പകലും ഞാൻ ഈ മോനോട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ചില ഭാഗങ്ങൾ പറയാനായിട്ട് തീർന്നു. ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിൽ ചില ഭാരങ്ങൾ, വേദനകൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതില്ല. ഈ രാത്രി ഞാൻ പറഞ്ഞതിൻ്റെ സാരം അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, എടാ പപ്പയെ നിനക്കറിയത്തില്ലേ? ഞാൻ നിനക്കത് ചെയ്തു തരും എന്ന് പറയത്തില്ലേ? ഇനി ഇച്ചിരി കൂടെ ഭാരത്തോടെയാണ്, നിൻ്റെ പപ്പ ആരാന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചാ അവനേക്കാളും വേദന എനിക്കാ. കാരണം ദൈവത്തിന് ബദല് എല്ലാ കാലത്ത് എനിക്കൊരു അപ്പനുണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടന്നവൻ, ഏത് പ്രതിസന്ധിയിലും എൻ്റെ കരം പിടിക്കുമെന്ന് പറഞ്ഞവൻ, ഏത് കാലഘട്ടത്തിൽ എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യസനം ചെറുതല്ലെന്നേ. ഹല്ലേലൂയ. അതുപോലെ ദൈവം തമ്പുരാ കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നു, നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? നിന്റെ ദൈവം നിത്യനായ ദൈവമാണ്. കാരണം ഇവിടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി, സ്വന്തം മണ്ണിലേക്ക് മടങ്ങുമെന്നുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. എല്ലാവരും പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ കാലങ്ങൾ ഇതോടെ അസ്തമിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇതോടെ അസ്തമിക്കാൻ സാധ്യതയുണ്ട്. ചിലരെങ്കിലും ദൈവത്തിന് ബദല് ആ കാലഘട്ടത്തിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഞങ്ങളെ വിടുവിക്കുന്ന ഞങ്ങളുടെ ദൈവമില്ലയോ? ജാതികൾ ചോദിക്കുന്നു, നീ ആരാധിച്ചതിന്റെ ദൈവം എവിടെ? സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നവനോട് പറയുകയാണ്, നിനക്കറിയത്തില്ലയോ? നീ കേട്ടിട്ടില്ലയോ? നിന്റെ ദൈവം നിത്യനായ ദൈവമാണ്. ഏദൻ പർദീസയിൽ അവൻ അവൻ ആദമിനോട് ഇടപെട്ട ദൈവം അവൻ സംസ്കാരത്തിനകത്ത്
നിന്നെ വിടുവിക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്നാണ് എൻ്റെ ദൈവത്തിന്റെ ചോദ്യം. ഈ സന്ധ്യയെങ്കിലും ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനടുവിൽ എൻ്റെ ദൈവം നിത്യനാണ്, അവൻ നിന്നെ വിടുവിക്കുമെന്ന് പറയാ. കരുത്തുള്ള ദൈവനാണ്. ഇന്ന് രാത്രി കരമടിച്ച ദൈവത്തെ അല്പനിമിഷങ്ങൾ ആരാധിക്ക്. പ്രതിസന്ധിയോട് പറ, എൻ്റെ ദൈവം നിത്യനാണ്. വേദനയോട് പറ, എൻ്റെ ദൈവം നിത്യനാണ്. രോഗത്തോട് പറ, എൻ്റെ ദൈവം നിത്യനാണ്. പ്രതികൂലത്തോട് പറ, എൻ്റെ ദൈവം നിത്യനാണ്. പിശാചിനോട് പറ, എൻ്റെ ദൈവം ഇന്നലത്തെ ദൈവമല്ല, നിത്യനായ ദൈവമാണ്. അതാണ് നിന്റെ ആരാധനയുടെ വിശ്വാസമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചില രോഗങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് സൗഖ്യമാകും. ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് അടിയും. ഏത് കാലത്തിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരാ കരുത്തനാണ് എൻ്റെ ദൈവമെന്ന് അറിഞ്ഞാണ് നിന്റെ ആരാധനയെങ്കിൽ ഈ ചോദ്യത്തിന് ഇന്ന് രാത്രി അവൻ ഇസ്രായേൽ ജനത്തിന് നടുവിൽ ഒരു പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ ദേശത്തിനുള്ളിൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തി ഇന്ന് രാത്രി അസ്തമിക്കുകയാണ്. ഇന്ന് രാത്രി ആ പദം ഒരിക്കൽ കൂടി ഇച്ചിരിയുടെ ആഴമായൊന്നിറങ്ങി പറഞ്ഞ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ലാസർ പുറത്തു വരാനിടയായി തീർന്നു, മരിച്ചു. ആമേൻ 4 ദിവസമായി നാറ്റം വെച്ചെന്നൊക്കെ ദൈവത്തിന്റെ വചനം നമ്മെ ഒന്നുകൂടി ഉറപ്പിച്ചവന്റെ മരണത്തെ ഉറപ്പിച്ച് പറയുമ്പോ സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ ശബ്ദം കേട്ടപ്പോ അവൻ ഹല്ലേലൂയ ബന്ധം വിട്ട അസ്ഥികളിൽ നിന്ന് അവൻ ദ്രവരൂപത്തിലായ അവന്റെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിൽ നിന്ന് അവൻ ഒന്ന് വന്ന് ചേർന്ന് ഇവന്റെ ശബ്ദത്തിന് മുമ്പിൽ തേജസ്സുള്ളവര് ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി 12 സംവത്സരം ആരാലും സൗഖ്യം വരുത്താൻ പറ്റാത്തവൾ അവൻ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് വചനം എഴുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പിശാച് തന്റെ തന്ത്രങ്ങളുമായി ഇറങ്ങി വന്നപ്പോ അവനെ ജയിച്ച ഒരുത്തൻ ആ മരുഭൂമിക്കകത്ത് നിന്ന് ഒരു വിജയ ശ്രീലാളിതനെ പോലെ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് ബദല് അവൻ കുടന്തനായ അവൻ ഭർത്തിമായി അവൻ കന്തനായ ഭർത്തിമായി കുടന്തന്മാരുമല്ല യേശുവിന്റെ ശബ്ദം കേട്ടപ്പോ അവരുടെ കണ്ണുകൾ പ്രകാശപൂരിതമായെങ്കിൽ അവരുടെ മുടന്തുകൾ മാറിയെങ്കിൽ അടഞ്ഞ ചെവി തുറന്നെങ്കിൽ ചന്ദ്രരോഗം ബാധിച്ചവന് അവൻ തലമുറയെ ആ പിശാചിനെ അവൻ വിടുവിച്ചവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി അവൻ എന്തിനേറെ പറയുന്നു, റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തികൾ അവൻ കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള അവൻ കല്ലുരുട്ടി വെച്ച് കല്ലറയടച്ചപ്പോ ലോകത്തിന്റെ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാതാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു വന്നവൻ സത്യമെങ്കിൽ അതേ ദൈവം ഇന്ന് രാത്രിയിൽ അതേ തേജസ്സോടെ അതേ ശക്തിയോടെ അതേ ബലത്തോടെ അതേ അത്ഭുതത്തോടെ ഇന്ന് രാത്രിയിൽ ഇതിനകത്തുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരാണ് നിത്യനായ ദൈവം. അവൻ ഇന്ന് രാത്രി ചിലതിനെ തൊടുകയോ, അവൻ ഇന്ന് രാത്രി ചിലതിന് സൗഖ്യമാക്കുകയോ, അവൻ ഇന്ന് രാത്രി ചിലതിന്റെ ആത്മബലത്തെ വർദ്ധിപ്പിക്കുകയോ ഇന്ന് രാത്രി ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്ന കേട്ടോ. കല്ലറകളെ അവൻ മരണ വീടുകളാക്കാത്ത അവൻ കല്ലറകളെ പൊളിച്ച് ചിലതിനെ പുറത്തെടുത്തവൻ അവൻ ഇന്ന് രാത്രി ഞാൻ പറയാ അവൻ ആരാലും സൗഖ്യം വരുത്താത്തവള് അവന്റെ വസ്ത്രത്തെ മാത്രം തൊട്ട് അവൻ സൗഖ്യമായവൻ. അങ്ങനെ ഒരുത്തൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരാണ് നിത്യനായ ദൈവം. അവൻ ഇന്ന് രാത്രി ചിലതിനെ തൊടുന്നുണ്ട്, അവൻ ഇന്ന് രാത്രി ചിലതിനെ തൊടുന്നുണ്ട്, അവൻ ചിലതിന്റെ ശരീരത്തെ ഇന്ന് രാത്രി സ്പർശിക്കുന്നുണ്ട്, അവൻ ഇന്ന് രാത്രി ചിലതിന് അവൻ ബലപ്പെടുത്താൻ അവൻ തേജസ്സോടെ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്.
ഇന്ന് രാത്രി നീ തിരിച്ചറി. അവൻ ചിലതിന് ഇതിനകത്ത് തൊടുന്നുണ്ട്. അവൻ ചിലതിനെ ഇന്ന് രാത്രി അവൻ സ്പർശിക്കുന്നുണ്ട്. ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയണവൻ ഇന്ന് രാത്രി ഇതിനകത്ത് അടങ്ങിയിരിക്കരുത്. ഈ 39ാമത്തെ രാത്രി ആത്മാവ് ചിലതിനോട് പറയുകയാണ്, അവൻ ലാസറിന്റെ കല്ലറയെ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവരാ. അവൻ കരുത്തനെങ്കിൽ അവൻ ഇന്ന് രാത്രി നയീൻ എന്ന പട്ടണത്തിൽ വിധവയുടെ മകന്റെ മഞ്ചത്തെ തൊട്ട് മരണത്തിന്റെ ശക്തിയെ എന്നേക്കുമായി അത് കണ്ണുനീരാകാതെ ഇറങ്ങി വന്നവനെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തലമുറയെ തൊടുകയോ, നിന്റെ കല്ലറ പോലെയുള്ള പ്രശ്നത്തെ ഇന്ന് രാത്രി അവൻ പിടിക്കുകയോ, ഇന്ന് രാത്രി സംവത്സരങ്ങളായി നീ ചുമന്നടക്കുന്ന രോഗത്തെ ഇന്ന് രാത്രി അവൻ തൊടുകയോ. അടാമാന റീമാന ഹംദാന അടൽ കടക ജാലവയുടെ പ്രഭാന അന്തരാദിവൽ കടകടകളുടെ ദീപൽ അടാമാന റീബാല ബാല അന്തരാദിവൽ കടകടകളുടെ. എന്റെ ശബ്ദം ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, നീ ഇരിക്കുന്നത് ഏത് അരോരത്തിക്കകത്താണേലും ഇന്ന് രാത്രി ആ നിത്യനായവൻ അവൻ നിന്റെ പോഷണത്തെ പരിഹരിക്കുക, നിന്റെ വേറെ പരിഹരിക്കുക. ഇന്ന് രാത്രി നിന്റെ അടുക്കൽ അവൻ ഇന്ന് രാത്രി അവൻ തേരസോടെ ഇറങ്ങി വരികയോ. ഊടം ധരരം ധരരം ധരര ധാനബലംബവരഗദരഗന ഊടാമാനഗരംബവരഗദഗ ഹീരബലഗദന തുടബലബലബ അന്തേരബലം ധരദന വൈഡബരാദിവരഗദന ഊടധാരബലം ദഗരഗദഗരഗദ ഹീരബലഗദ. ഇന്ന് രാത്രി അങ്ങനെ ആത്മതലം ഇതിനകത്ത് ചലിക്കട്ടെ, അങ്ങനെ ആത്മതലം ഇതിനകത്ത് ചലിക്കട്ടെ. രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ, വാതിലുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ, ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ, ഇല്ല ദുഃഖങ്ങൾ ഇന്ന് രാത്രി അവൻ സന്തോഷമായി മാറട്ടെ, ഇല്ല വിലാപങ്ങൾ ഇന്ന് രാത്രി നൃത്തമായി മാറട്ടെ. കാരണം ഈ 39ാമത്തെ രാത്രി ഒരു നിത്യനായവൻ നിനക്ക് വേണ്ടി ഹോളിനകത്ത് ഇറങ്ങി നിൽക്കുമോ. ഓഹോ ധൂരാമാരേരതരദം വൈഡബലഗദന അന്തവരാദിവരഗദഗരാദിവൽ അന്തൽകടഗദഗദ. എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ അധരങ്ങൾ ചലിക്കട്ടെ. ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരികയോ. നിന്നെ വെറുതെ വിടാനല്ല, നിന്നെ വേദനയോടെ മടക്കാനല്ല, ഭാരത്തോടെ നിന്നെ വിടാനല്ല. അടാമാന റീബാന ഹംദരാലല. ഓഹോ അന്തവരാദിവ രഗദഗലാദികൾ അന്ധകരഗതേ രവനത്താര അന്തോ രബലം ധരര ധരന വൈഡവ രഗദര തുടബല ബലബല അന്താ രബലം ധരര ധരരം ധരരം ധരരേ ഊടവരാദിവലത്തകരം തകരേദിവലഗദം തുടബല ബലബ ഊടം ചാരവലത്തകരേദിവലം തകരഗദഗദഗദ. ഇന്ന് രാത്രി അവന്റെ വസ്ത്രം തൊട്ട സൗഖ്യമാകുമെന്ന് പറഞ്ഞവൾ അവന്റെ വസ്ത്രം തൊട്ടപ്പോ ഒരു ശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മകണ്ണുകൊണ്ട് അവനെ ഇന്ന് രാത്രി തൊട്. അവങ്കിൽ നിന്നൊരു ശക്തി പിന്നെ ഇന്ന് രാത്രി തൊടും. ഇന്ന് രാത്രി കല്ലുരുട്ടി വെച്ച ഏത് പ്രശ്നവും ഇന്ന് രാത്രി അവൻ തെയ്യം തമ്പുരാൻ നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റി നിന്നെ ശക്തിയോടെ ഇന്ന് രാത്രി മടക്കി അയക്കുന്ന രാത്രിയാണ്. അടാമാന റീവാല ഹംദാന അതുരാല വൈഡ പ്രബലഗരിഗദഗരഗദഗസേ അന്തരാരിവൽ ഘടഗദരഗദഗ ദീവൽ പ്രഭാനഗസ്യം. ഹോളി 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 ഹോളി. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. അടാമാന റീബാന ഹംദരാലല അന്തരാദിവൽ ഘടകടകടകടകടകടകസേ. എടാ കാലഘട്ടം മാറിയിട്ടും സാഹചര്യം മാറിയിട്ടും അവൻ ലോകം കീഴ്മേൽ മറിഞ്ഞിട്ടും മാറാത്തൊരു ദൈവമുണ്ടെങ്കിലും മാറ്റമില്ലാത്തൊരുത്തനുണ്ടെങ്കിലും നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ ദൈവം തമ്പുരാൻ ചോദിച്ചു, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യനായ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറ ആമേ യെസ് ഫാദർ. ആമേൻ. ഹല്ലേ അതേ കർത്താവേ, അതേ എൻ്റെ കർത്താവേ, ഞാനത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. അങ്ങനെ പറയുന്നവരോട് ഇടപെടാൻ ഒരു വലിയ ദൈവശബ്ദം ഇതിനകത്ത് ഇന്ന് രാത്രി മുടങ്ങി കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറഞ്ഞു വിടട്ടെ ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെയുള്ളവനെ പറയുന്ന പേരാണ് നിത്യനായ ദൈവം. ഇനി രാത്രി നമ്മെ ഒരിക്കൽ കൂടി ധൈര്യപ്പെടുത്താൻ ദൈവം തമ്പുരാൻ തന്നെ പറയുന്ന അവൻ വാക്കുകൾ രണ്ടും കൂടെ ഞാൻ ചേർത്ത് പറയാം. അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ അതും നമുക്ക് വിടാം. കാരണം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പദം ഇന്ന് രാത്രി ദൈവമക്കളെ ഒറ്റ വാക്കിനകത്ത് തീരില്ല. അതുകൊണ്ട് ഞാൻ അത് നമ്മുടെ സന്ദേശത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് ആ വാക്കും കൂടെ ഞാൻ മാറ്റി നിർത്തുകയാണ്. അടുത്ത് പറയുകയാണ് അവൻ ഹല്ലേലൂയ. അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ തളർന്ന പോകുന്നില്ല. അവൻ സ്വോത്രം, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല.
അവൻ്റെ ബുദ്ധി അപ്രമേയമാണ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മക്കളെ താഴോട്ടുള്ള 2 വാക്യം കൂടി പറഞ്ഞ് ഞാൻ ആ വാക്കിനാക്കം കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ്. ഒന്നാമേം പറഞ്ഞ് ബലമില്ലാത്തവനവൻ ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഇത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവസഭയോട്, ദൈവജനത്തോട് ഇന്ന് രാത്രി തലവണക്കിയ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടുള്ള ദൈവത്തിൻ്റെ പ്രോമിസാണ്. അവൻ തളർന്നിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ്. അടുത്തിരിക്കുന്നൊരു കരം കൊടുത്ത് പറ, നിന്നെ ഇന്ന് രാത്രി ഒരാത്മശക്തി കൊണ്ട് നടക്കാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ആ വാക്ക് നിങ്ങൾ മുറുകെ പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുക. ഇന്ന് രാത്രി ഇത് പറയുന്ന ദൈവം തന്നെക്കുറിച്ച് പറയുവാണ്. ഞാൻ തളർന്നു പോകുന്ന ദൈവമല്ല, ക്ഷീണിച്ചു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എടാ, ആദ്യം ഈ ദൈവം എവിടെയെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടോ, ഈ ദൈവം തളർന്നു പോയിട്ടുണ്ടോ എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതൊരു ചോദ്യമോ ചോദ്യാവലിയായോ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഊരിത്തിരിയുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ആദ്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകാമെന്നല്ല പറഞ്ഞത്, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കാമെന്നല്ല പറഞ്ഞത്. ആദ്യം അവൻ പറഞ്ഞത്, ഞാൻ ക്ഷീണിച്ചു പോകുന്നില്ല, ഞാൻ തളർന്നു പോകുന്നില്ല. ഇന്ന് രാത്രി നാമം പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ വിചാരകന്മാർ കൂടി ക്ഷേത്രശക്തികൾ വർദ്ധിച്ചു? ആമേൻ, ഹല്ലേലൂയ. കാലഘട്ടം നമുക്ക് നന്നായിട്ടറിയാം. ക്രിസ്ത്യാനിത്വത്തെ തുടച്ചു മാറ്റാൻ ദൈവത്തിൻ്റെ മക്കളെ ഒരു മതത്തിൻ്റെ വക്താക്കൾ, ആമേൻ, ഹല്ലേലൂയ, നെഞ്ചും നെറ്റിയും ഒക്കെ കൊടുത്ത് ആവോളം പരിശ്രമിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എൻ്റെ യേശു കർത്താവ് ഇത്രയും പ്രശ്നമുള്ളത് കൊണ്ട് ഇന്ത്യ മഹാരാജ്യം വിട്ടുപോയി, അവന്റെ ശക്തി പടയതുപോലെയില്ല, അവന്റെ അത്ഭുതങ്ങൾ പടയതുപോലെയില്ല? സബിൻ പാസ്റ്ററെ കേട്ടിട്ടുണ്ടോ ഈ ദേശത്തിനകത്ത് ക്ഷേത്രശക്തികൾ വർദ്ധിച്ചു, ആവിരാധകന്മാർ കൂടി, അതുകൊണ്ട് യേശു കർത്താവ് സബിൻ പാസ്റ്റർ സഭ വിട്ടുപോയി? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇനി രാത്രി ഈ സഭ അറിയാനും എൻ്റെ സന്ദേശം കേൾക്കുന്നവരറിയാനും സിമ്പിളായിട്ടൊരു ഭാഗം ഞാൻ ഒറ്റ വാക്കിനകത്ത് ശബ്ദം താഴ്ത്തി പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രഭാതമായത് തൊട്ട് വെച്ചു എങ്കിലും ഈ സന്ദേശത്തിനകത്ത് ആ ദൈവശബ്ദം കയറി വരുന്നത് കൊണ്ട് പറയാം. അവൻ ഹല്ലേലൂയ അഭിഷിക്തനെ, അവൻ ഹല്ലേലൂയ 7 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ആ വിചാരകന്മാർ പണിമതിയാക്കാൻ സമയമായി. ഒന്നാമയം പറഞ്ഞേ ശാക്കാമേ, ആമയുടെ പോരാ. അവിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 7 കിലോമീറ്റർ ചുറ്റളവിനകത്ത്, ഞാൻ ചുറ്റളവ പറയുന്നേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ലെന്തല്ല, ദൂരമല്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ചുറ്റളവ ഞാൻ പറയുന്നേ. 7 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അഭിഷിത്തനെ മന്ത്രവാദികളുടെ പണി തീരാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഉയിര് മാറാൻ പോകുന്നല്ല, ആയുസ് തീരാൻ പോകുന്നല്ല. ആ വിചാരകന്മാർ, ആമേൻ, നിങ്ങളുടെ ദൈവകൃപയ്ക്കകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരുടെ പണി മറിയാക്കാൻ സമയമായി. എഫെസോസിനകത്ത് അത് സംഭവിച്ചെങ്കിൽ പൗലോസിന്റെ കൂടെ ദൈവം തമ്പുരാൻ അവന്റെ ആത്മാവിന്റെ ശക്തിയോട് ഇറങ്ങി നിന്നപ്പോ എഫെസോസ് പട്ടണത്തിനകത്ത് മന്ത്രവാദികൾ അവരുടെ പണി മാറിയാക്കിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്, അവൻ 7 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ദൈവസഭയെ ആവിരാധകന്മാരുടെ ശക്തി സഹിക്കാൻ, മന്ത്രവാദങ്ങളുടെ ശക്തി സഹിക്കാൻ അന്തരാധിപൽ ഇന്ന് രാത്രി ദൈവസഭ ആ കരമടിച്ച അത്ഭുതങ്ങൾ ആത്മനിറവിൽ ആരാധിച്ചു തുടങ്ങും. ദേശത്തിനകത്തൊരു ദൈവിക ആത്മാവിന്റെ സ്വാധീനം ഇന്ന് രാത്രി ഈ അന്തരീക്ഷത്തെ പിടിക്കട്ടെ. ജനത്തെ വിടത്തില്ലെന്ന് പറയുന്ന, ജനത്തെ മുഷിപ്പിക്കുന്ന, ഇല കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ആവിരാര കേന്ദ്രങ്ങൾ ആത്മാവ് പൊളിച്ചെടുക്കാൻ സമയമായെന്ന് അത് എഫെസോസിന്റെ മണ്ണിൽ അത് സംഭവിച്ചെങ്കിൽ അവൻ ഈ അന്തീർക്കുണത്തിനകത്ത് സംഭവിക്കും. ദൈവത്തിന് ഈ കാട്ടാക്കടക്കകത്ത് അത് സംഭവിക്കാൻ സമയമായി. കാരണം ദൈവം തമ്പുരാൻ ക്വാളിറ്റിയോട് പറയുകയാണ്, ഞാൻ തളർന്ന ദൈവമല്ല, ഞാൻ ക്ഷീണിച്ച ദൈവമല്ല. അവൻ നിന്റെ ആരാധന ശക്തിപ്പെടുമ്പോ, ദൈവസഭ ആത്മീക കരുത്തിലേക്ക് കയറുമ്പോ പല ദൈവങ്ങളും ക്ഷീണിക്കും.
പല ദൈവങ്ങളുടെ ശക്തി ചെയ്യിക്കാൻ ആ സമയമായി സബിൻ പാസ്റ്റർ ഒരു കാലത്തിനകത്ത് അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടി പ്രത്യക്ഷമായി ഇറങ്ങി നിൽക്കുക. സബിൻ പാസ്റ്റർ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയോ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷമായ അടയാളമായി നീ മാറാൻ സമയമായി. നിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായ ഒരടയാളമായി പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നത്. അനേകരെ ഒരാത്മ പകർച്ചയ്ക്ക് നടത്താൻ, അനേകരെ ഒരാത്മ പകർച്ചയിലേക്ക് നടത്താൻ അഭിഷിക്തന് ഇന്ന് രാത്രി ഒരു ആത്മസാന്നിധ്യം നിങ്ങളെ ഇന്ന് രാത്രി തൊടുകയോ. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ പ്രത്യക്ഷമായ അടയാളമായി നിങ്ങളുടെ ശുശ്രൂഷ അവൻ ഇന്ന് രാത്രി തിരിയാൻ പോവോ. ഇന്ന് രാത്രി ദൈവജനം ആത്മവിശ്വങ്ങൾ ആത്മനിറവിൽ ആരാധിച്ചു തുടങ്ങ്. അവൻ കാരണം ഞാൻ പറയാം, അവൻ തളരാത്തൊരു ദൈവം ഈ പട്ടണത്തെ പിടിക്കാൻ പോകുകയോ, ഈ ദേശത്തെ പിടിക്കാൻ പോകുക. അതുരജാല വൈഡ പ്രമാണക അന്ധരാനിവൽ ഘടകടന ഘടകടനാദര ഘടകസേ ദൈവജന മണ്ണിൽ സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി അന്തീർക്കോണത്തിന്റെ മണ്ണിലും ആ ചലനം ഈ പ്രാർത്ഥനയോട് സമാരംഭിക്കുകയോ. അത്ഭുതങ്ങളുടെ ചില ശുശ്രൂഷകൾ, അടയാളങ്ങളുടെ ചില ശുശ്രൂഷകൾ അവൻ ആടിക്കൊണ്ട് ആലയത്തെ ഉറപ്പിക്കുക. അവൻ സമയമായി അങ്ങനെ ഒരു ദൈവിക സ്വാധീനം ഈ അറ്റ്മോസ്ഫിയറിനെ ഇന്ന് രാത്രി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവിക സ്വാധീനം ഇന്ന് രാത്രി അറ്റ്മോസ്ഫിയറിനെ തൊടുന്നുണ്ട്. അഭിഷിക്തന് ഈ ആലയത്തിന്റെ അറ്റ്മോസ്ഫിയർ സാധാരണമല്ലാത്ത നിലവാരത്തിൽ അവൻ ഇത് ഇളകാൻ പോകുക. നിന്റെ ദൈവം തളർന്നിട്ടില്ലെന്ന്, അവന്റെ പ്രവൃത്തി തളർന്നിട്ടില്ലെന്ന്, അവന്റെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ലെന്ന് ഇന്ന് രാത്രി അരക്കിട്ടുറപ്പിക്കാൻ കരുത്തനായ ഒരുത്തൻ ഇന്ന് രാത്രി ഇതിനകത്ത് തേജസ്സോടെ ഇറങ്ങി വരികയോ. അടുത്തൊരു പ്രതലം ദൈവം നിന്ന് അടുത്തൊരു മണ്ഡലത്തിലേക്ക് എടുത്തെറിയ സമയമായി. ഒരു വെറും യാത്രയല്ല, ഭൂഖണ്ഡങ്ങളെ താണ്ടി ഒരു യാത്ര. ആത്മാവ് നിന്റെ മേൽ വായ്ത്തത്തമായി ഇന്ന് രാത്രി അത് പുറപ്പെടുകയോ. നീ സാധാരണക്കാരിയല്ല, അഭിഷേകം കൊണ്ട് രാജ്യത്തിന്റെ മണ്ണെത്താണ്ട. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നല്ലോ. ഇന്ന് രാത്രി തിരിച്ചറി. കാലങ്ങൾ അകലമല്ലാത്തൊരാത്മസാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. കാലങ്ങൾ അധികമല്ലാത്ത ഒരാത്മസാന്നിധ്യം ഇന്ന് രാത്രി ചിലരിനെ പിടിക്കുന്നുണ്ട്. ഒരാത്മസാന്നിധ്യം ഇന്ന് രാത്രി ഇവളുടെ മേൽ വീഴട്ടെ. ചില അന്തരീക്ഷങ്ങളെ തിരിക്കുക, കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ തിരിക്കുന്ന സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഇന്ന് രാത്രി ചലിക്കട്ടെ. ഒരു ദൈവകർമ്മ ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുന്നല്ലോ. മനുഷ്യനെ പിടിച്ചടക്കാൻ പറ്റാത്ത ഒരു നിയോഗം ഇന്ന് രാത്രി നിന്റെ മേൽ ആത്മാവ് വിടുന്നുണ്ട്. ഒരു തളരാത്തൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ദൈവത്തിൽ തളരാത്തൊരു ദൈവ നിയോഗം ഇതിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. മനുഷ്യന്റെ മുൻവിധി പൊളിയട്ടെ. മനുഷ്യന്റെ മുൻവിധി പൊളിയട്ടെ. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന
ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു തന്നെ ഹൃദയത്തിൽ തോന്നാത്ത ദൈവിക പദ്ധതികൾ അവൻ ഇന്ന് രാത്രി മുതൽ നിന്റെ കുടുംബത്തിനകത്ത് ചലിച്ചു തുടങ്ങുകയാണ്. ഇന്ന് രാത്രി അവന് ദൈവസഭയുടെ അറ്റ്മോസ്ഫിയർ മാറുന്നല്ലോ. ഇന്ന് രാത്രി ഇവിടുത്തെ ജനത്തിന്റെ ആത്മീക അറ്റ്മോസ്ഫിയർ ഇന്ന് രാത്രി ചേഞ്ച് ആകുന്നല്ലോ. ഇന്ന് രാത്രി ദൈവമേ പലരാത്തൊരു ദൈവം ഇന്ന് രാത്രി ചിലതിന് ഇതിനകത്ത് പിടിക്കുകയോ എന്തിനെന്നറിയാമോ? അവൻ ചിലതിനെ തളർത്താൻ ദേശത്തിനകത്ത് ചില ദുരാത്മ ശക്തികൾ അവന്റെ ഇരിപ്പിടങ്ങൾ അവൻ തളരാൻ സമയമായി. റമാന റീമാന അടര പ്രമാണക റീഗന് അനുരജാന വൈര പ്രമാണകടകസ് ഇന്ന് രാത്രി അന്തരീക്ഷം ചേഞ്ചാകട്ടെ. ആത്മാവ് ഇന്ന് രാത്രി ചിലതിന് തൊട്ട് തുടങ്ങട്ടെ. നിന്റെ ഗതിയല്ല മനുഷ്യൻ നിന്റെ ഗതി കാണാൻ നിൽക്കുമ്പോ ആത്മാവ് ഗതിയല്ല. ആത്മാവ് അഭിഷേകത്തിന്റെ പ്രത്യക്ഷമായ ഒരു വെളിപ്പെടൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ഒരാത്മസാന്നിധ്യം ചലിക്കട്ടെ. ഒരാത്മസാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഒരാത്മമണ്ഡലം ഇന്ന് രാത്രി അമ്മ ഇതിനകത്ത് നിറയട്ടെ. ഇന്ന് രാത്രി ഞങ്ങളുടെ തലമുറകൾ അമ്മ മേൽ വീണ അഭിഷേകങ്ങൾ ഇന്ന് രാത്രി അടുത്ത തലത്തിലേക്ക് ഇന്ന് രാത്രി കയറട്ടെ. ഇന്ന് രാത്രി ഇന്നലകളെ പോലെയല്ല ചിലതിനെ അടക്കി പിടിക്കാൻ പറ്റുന്ന ചില ദൈവിക വാക്തത്വങ്ങൾ മാറാവൻ നിങ്ങളുടെ മേൽ വീഴുകയോ. അടാമ റീവനെ രഹസ്യ നിന്റെ കണ്ണുനീര് വെറുതെയല്ല, നിന്റെ ഉപവാസം വെറുതെയല്ല. അടാമ റീവനെ രഹസ്യാണ് അടകരാല വൈഡമനകടകസ് പട്ടണങ്ങളെ വിട്ട് ചിലർ കുടുംബത്തിനകത്ത് നിന്ന് അവയെ പുറപ്പെടാൻ സമയമായി. അടാമ റീവനെ രഹസ്യാണ് അടാമ റീവനെ അനുരജാല വൈഡ പ്രമാണകടകസ് ഇന്ന് രാത്രി ദൈവത്തിന് ബദൽ ഒരാത്മസാന്നിധ്യം ഇതിനകത്ത് അളവില്ലാതെ ഇറങ്ങി വരുന്നുണ്ട്. എന്തിനെന്നറിയാമോ? മന്ത്രവാദികളുടെ തലങ്ങളെ തിരിക്കാൻ പറ്റുന്നൊരു തലമുറ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ആവിനാരകന്മാരെ പൊളിക്കാൻ പറ്റുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ആലയത്തിനകത്ത് നിന്ന് പുറത്തു വരട്ടെ. ഇന്ന് രാത്രി ഈ ആരാധന ഇതിനകത്ത് മാത്രമല്ല, ദൈവത്തിന് ബദല് ഇതിന്റെ 7 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അറ്റ്മോസ്ഫിയറിന് ഈ ദിനങ്ങൾ ദൈവം ചേഞ്ചാക്കും. അവൻ കാരണം എഫെസോസിന്റെ മണ്ണിൽ അത് സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ അന്തിയൂർക്കോണത്ത് ആ ഒരു ആത്മപകർച്ചയുടെ രാത്രി ഇന്ന് രാത്രി സംഭവിക്കുകയോ. ഇന്ന് രാത്രി തളരാത്ത ഒരുത്തൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. നീ തളർന്നത് ശരിയാ, നിന്റെ പ്രാർത്ഥന കുറഞ്ഞത് ശരിയാ, അവൻ നിന്റെ ആരാധന കുറഞ്ഞത് ശരിയാ. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങൾ തളർന്നത് ശരിയാ, അവരുടെ അപ്പം തളർന്നിട്ടില്ല. ഇനിയും ഒരു അഭിഷേകം നൽകി, ഇനിയും ഒരു ആത്മശക്തി നൽകി, ഇനിയും ഒരു കൃപ നൽകി, ഇനിയും ഒരു ശുശ്രൂഷ നൽകി. ഇന്ന് രാത്രി അവൻ നമ്മൾ തളർന്നത് ശരിയാ, പക്ഷെ നമ്മുടെ അപ്പം തളർന്നിട്ടില്ല. അവൻ നിനക്ക് കരുത്ത് പകരാ. മനുഷ്യന്റെ മുൻപിൽ പൊളിയുന്നു, നിന്നെ കുറിച്ചുള്ള മനുഷ്യന്റെ നിഗമനങ്ങൾ പൊളിയുന്നു. കൂട്ടുകാരുടെ നിഗമനങ്ങൾ ഇന്ന് രാത്രി നിനക്ക് പോലും പൊളിയുന്നു. ഒരാത്മശക്തിയോടെ നീ പുറത്തു വരാൻ സമയമായി. ഒരു ആത്മീക കരുത്ത് ഇന്ന് രാത്രി നിന്റെ മേൽ ആത്മാവ് ഇടുന്നുണ്ടല്ലോ. രഹസ്യാന റീവൽ പ്രവണഘടകനാണ് അരാമ റീവനെ രഹസ്യാന അബ്ദരാനിവൽ കടകടനഘടക അടാമാന റീവൽ കടകടനഘടക അബ്ദരാനിവൽ കടകടനഘടക രാജ്യങ്ങളുടെ വാക്തത്വങ്ങൾ ഇവരുടെ മേൽ ഇന്ന് രാത്രി വീഴട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവിടെ മുമ്പിൽ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ഒരു അഭിഷേകത്തോടെ ചലിക്കാൻ തയ്യാറായിക്കും. മനുഷ്യനല്ല, സ്വർഗം നിനക്ക് വേണ്ട പദ്ധതികള് ഇന്ന് രാത്രി മലർക്ക് തുറക്കുകയാ. ഞങ്ങളുടെ തലമുറകളുടെ അഭിഷേകങ്ങൾ ഇന്ന് രാത്രി ചേഞ്ച് ആകട്ടെ. കൃപാവരങ്ങൾ ഇവരുടെ മേൽ ഇന്ന് രാത്രി വീഴട്ടെ.
ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ചിലരിനെ പൊളിച്ചുകൊണ്ട് നീ പുറത്തു വരും. ചില പ്രതിബന്ധങ്ങളെ താണ്ടി, ചില വേദനകളെ താണ്ടി നീ പുറത്തു വരാൻ സമയമായി. ഇന്ന് രാത്രി ദൈവത്തിന് ബദല് നീ തളർന്നത് ശരിയാ, നമ്മൾ ഇച്ചിരി പ്രാർത്ഥന കുറഞ്ഞത് ശരിയാ, നമ്മുടെ ആരാധന കുറഞ്ഞത് ശരിയാ, അഭിഷേകം കുറഞ്ഞത് ശരിയാ. പക്ഷേ പിശാചിന് തെറ്റിപ്പോയി, നമ്മുടെ അപ്പൻ തളർന്നു പോയിട്ടില്ല. അവൻ പറഞ്ഞു, ഇനിയും എന്റെ മക്കൾക്ക് ശക്തി പകരാ, ഇനിയും എന്റെ കുഞ്ഞിന് ശക്തി പകരാ, ഇനിയും എന്റെ ദാസന് ശക്തി പകരാ. ആത്മാവേ, ഇന്ന് രാത്രി ഈ ആലയത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ നീ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം പറയുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാ, അവരെ അന്തരീക്ഷത്തെ ദൈവ ചേഞ്ച് ആക്കുന്നു. എന്തിനെന്നറിയാമോ? ഒരു സഭയെ ദേശത്തടയാളപ്പെടുത്താൻ, അഭിഷിക്തന്മാരുടെ ശുശ്രൂഷകള് ദേശത്തടയാളപ്പെടുത്താൻ ഒരു എഫെസോസിൽ ഒരു പൗലോസിനെ അടയാളപ്പെടുത്തിയെങ്കിൽ, മന്ത്രവാദികളുടെ മുൻപാകെ, ക്ഷേത്രശക്തികളുടെ മുൻപാകെ, ആവിരാരകന്മാരുടെ മുമ്പാകെ ഒരു പൗലോസിനെ അടയാളപ്പെടുത്തിയെങ്കിൽ, അവന്റെ സഭയെ അടയാളപ്പെടുത്തിയെങ്കിൽ, ആത്മാവ് ഇന്ന് രാത്രി ഈ കാലഘട്ടത്തിന്റെ ഒരു സൈനായി. ഈ 39ാമത്തെ രാത്രി നമ്മുടെ ദൈവം തളരാത്തവനായി ഇന്ന് രാത്രി നിന്നെ ശക്തിപ്പെടുത്ത ഒരിക്കൽ കൂടി ഈ ആത്മീക ഗോളത്തിനകത്ത് കൃപയോടെ ചലിക്ക, ദർശനത്തോടെ ചലിക്ക, അഭിഷേകത്തോടെ നിന്നെ ചലിപ്പിക്ക. ഒരുത്തർ ഇന്ന് രാത്രി നിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. അവൻ പറഞ്ഞു, കുഞ്ഞ്, ഞാൻ തളർന്ന ദൈവമല്ലോ, ഞാൻ ക്ഷീണിച്ച ദൈവമല്ലോ. അങ്ങനെ ഒരുത്തൻ ശക്തി പകർന്നാൽ, അങ്ങനെ ഒരുത്തൻ നമ്മെ ബലപ്പെടുത്തിയാൽ, അവൻ നിന്റെ ആത്മീക ശക്തി പരിമിതികൾക്കപ്പുറമാണ്, ഇന്ന് രാത്രി അളവുകോലിനപ്പുറമാണ്. അങ്ങനെ ഒരു ദൈവം നിന്നെ ബലപ്പെടുത്തിയാൽ, അവൻ ഇന്ന് രാത്രി തളരാത്തൊരു ദൈവം നിനക്ക് കരുത്ത് പകരോ, നിനക്ക് ശക്തി പകരോ. ഈ 39ാമത്തെ രാത്രി ഇതിനകത്ത് ഇറങ്ങുന്നെന്ന് പറയുകയോ, എന്റെ കുഞ്ഞെ തളർന്നിട്ടുള്ളൂ, ഞാൻ തളർന്നില്ല. എന്റെ മകനെ ക്ഷീണിച്ചിട്ടുള്ളൂ, ഞാൻ ക്ഷീണിച്ചിട്ടില്ല. അവനൊരു കരുത്ത് പകർന്നാൽ, അവൻ നമ്മെ ബലപ്പെടുത്തിയാൽ, ഒരു പാതാള ശക്തിക്ക് നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞവനെ ഇന്ന് രാത്രി ആരാധിക്ക്. റീബൽ ഘടകടന ഘടകദീപ അംഗരാരിബൽ ഘടകടന ഘടകദീബൽ പ്രബലബലബലബലബസ്. ഈവനാരഗാല അംഗരാനന അതുരയാല വൈഡ പ്രബലബലബലബല. ഇന്ന് രാത്രി ഞാൻ പറയാം, സമീപാസ്മേ, ഈ ദേശത്തിനകത്ത് നിങ്ങളൊരു അടയാളമാകാൻ പോവാണ്. ഈ സഭ ഒരു അടയാളമാകാൻ പോവാ. അല്ലേ? ஆனால் എഫെസോസ് പട്ടണത്തിൽ മാത്രം നിന്ന ഒഴുക്കല്ല, എഫെസോസ് പട്ടണത്തിനകത്ത് മാത്രം നിന്ന ദൈവശക്തിയല്ല. ഇന്ന് രാത്രി നാമയം പറഞ്ഞേ ഹല്ലേലൂയ. സ്വതന്ത്രന്റെ മക്കളെ പ്രാർത്ഥിച്ചോളണം. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ ഇന്ന് രാത്രി ആത്മാ പറയുന്ന രാജ്യങ്ങളുടെ പട്ടണങ്ങളുടെ വാതിൽ നിനക്ക് മുമ്പിൽ സ്വർഗം തുറക്കാൻ സമയമായി.
വെറും യാത്രകളല്ല, അഭിഷേകം കൊണ്ട് അടയാളപ്പെടുന്ന യാത്രകൾ. അഡാമ റീബൽ കടകജാല വൈഡപ്രഭാനക ശബ്ദരാദിബൽ കടകദന കടകദനാദലകസേ. അങ്ങനെ പറഞ്ഞ് ഇന്ന് രാത്രി നിന്നോടുള്ള ദൂത് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. പരിശുദ്ധാത്മ യോഗത്തിന് രാത്രി നിന്നോട് ഞാൻ പറയാ, ഒതുങ്ങേണ്ടവളല്ല. ഒരുത്തം വിചാരിച്ചാൽ ഒതുങ്ങില്ല, ഏതാവിചാരകൻ വിചാരിച്ചാലും ഒതുങ്ങില്ല. ഒതുങ്ങമായിരുന്നെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. അഡാമന റീബനെ രഹസ്യാന, നീ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി നടത്തിയൊരു സ്വർഗീയ അപ്പം നിനക്കില്ലയോ? അഡാമ റീബൽ കടകദന ഘടക അന്തരാദിവൽ കടകദന ഘടകസിഹേ. അവൻ നിന്റെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമായി പ്രവർത്തിക്കാൻ കരുത്തുള്ളവനാണ്. ആരടച്ചാലും ചില വാതിലുകൾ നിന്റെ മുമ്പിൽ അടയത്തില്ല. സ്വർഗം തുറന്നതാ. വചനം പറയുന്നു, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അവൻ നിനക്ക് ചില പട്ടണങ്ങളുടെ വാതിലുകളെ തുറക്കുകയാ. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൂതന്റെ മേൽ, അവൻ നിന്റെ ശിരസിന്റെ മേൽ ഇന്ന് രാത്രി ഞാൻ അവൻ കൈമാറി പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. രാത്രി ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരാം ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരം അപ്പോൾ ദൈവം തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. അവൻ പറഞ്ഞു, കുഞ്ഞെ, ഞാൻ തളർന്നു പോകുന്ന ദൈവമല്ല പാസ്റ്ററേ, ഈ സഭ ഒരത്ഭുതമാകാൻ പോവാ. ഹല്ലേലൂയ. ഈ സഭ ഒരത്ഭുതമാകാൻ പോവാം. ഹല്ലേലൂയ. രാത്രിയുടെ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഈ സഭ ഒരത്ഭുതമാകാൻ പോവാം. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസനെ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷമായി നിങ്ങളുടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ പോവാം. ഹല്ലേലൂയ. ശുശ്രൂഷ തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അനേകര ശുശ്രൂഷയ്ക്ക് വേർതിരിക്കാൻ ഒരു വലിയ വിളി നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഇറക്കുകയല്ല, വാദനം പഠിപ്പിച്ച്. ഹല്ലേലൂയ. ഒരു എലീശയെ അവൻ ഏലിയാവ് എങ്ങനെ ഇറക്കിയോ. ഹല്ലേലൂയ. എനിക്ക് ആ വെളിപ്പാടിനകത്ത് കയറണമെന്ന് രാത്രി ആഗ്രഹമുണ്ട്. അത് വിശുദ്ധനുള്ള ദൂത അവൻ. ഹല്ലേലൂയ. ഏലിയാവ് ഒരു ചൂരച്ചില തണലിൽ, ഞാൻ ആ വചനത്തിലേക്ക് വരും. അവൻ സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നതുകൊണ്ട് അതിനകത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ആശങ്കക്കകത്താണ് ഞാൻ ആ ദൂത പറയുന്നത്. ഹല്ലേലൂയ. ഏലിയാവ് ഒരു ചൂരച്ചില തണലിൽ ചെന്ന് കിടന്നിട്ട് പറഞ്ഞു, മതി കർത്താവ് എന്ന് പറഞ്ഞു. സ്വർഗം പറഞ്ഞു, പോരാ എടാ, എങ്കിൽ പിന്നെ എലീശയെ അഭിഷേകം ചെയ്യും. അവൻ യേഹൂവിനെ അഭിഷേകം ചെയ്യും. അവൻ ഹസസേലിനെ അഭിഷേകം ചെയ്യും. അതുകൊണ്ട് ചില പ്രവാചകന്മാർ അഭിഷേകം ചെയ്യാൻ, അവൻ ചില അധികാരികൾ അഭിഷേകം ചെയ്യാൻ, ഒരു ശുശ്രൂഷ അഭിഷിക്തന് നിങ്ങളുടെ തലമേൽ വീണ് കിടക്കുക. ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അതുകൊണ്ട് അവൻ വെറുതെ ഒരു മനുഷ്യനെയല്ല, ചില പ്രവാചകന്മാർ അവൻ ശുശ്രൂഷയ്ക്ക് അവൻ കരം വച്ച അഭിഷേകത്തോടെ ഇറക്കുന്ന അവൻ ശുശ്രൂഷ ഈ 2025 ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെറും ശുശ്രൂഷകന്മാരെയല്ല, പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ അത്ഭുത ശുശ്രൂഷകൾക്ക് ചിലരിന് അവൻ അഭിഷേകം കൈമാറി. ഇന്ന് രാത്രി അഭിഷിക്തനിലൂടെ ഇന്ന് രാത്രി സംഭവിച്ചു തുടങ്ങുകയോ. ഇന്ന് രാത്രി അഭിഷിക്തന് നിങ്ങളുടെ വാക്കിന്റെ അധികാരത്തിലൂടെ, നിന്റെ വാക്കിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ വാക്കിന്റെ അധികാരത്തിലൂടെ അത് ഇന്ന് രാത്രി മുതൽ അത് ചലനാത്മകമാകാൻ പോകുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷ തിരിയും. വെറുതെ പഠിപ്പിച്ചും, ഹല്ലേലൂയ, വെറുതെ ശുശ്രൂഷയ്ക്ക് ഇറക്കുന്ന ഒരു തലമല്ല നിങ്ങളെക്കുറിച്ച് ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൻ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്നൊരു ശുശ്രൂഷ, കൃപാവരങ്ങളെ കൈകാര്യം ചെയ്യുന്നവരെ കൃപയോടെ അവൻ പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ അഭിഷിക്തനെ നിങ്ങളുടെ മേൽ വീണ് കിടക്കുക. അത് ഇന്ന് രാത്രി മുതൽ ചലിക്കാൻ പോവാ. ഹല്ലേലൂയ. പലരും സ്വതന്ത്രം ചെയ്യുകയാണ്. അവൻ വെല്ലുവിളിയോടെ കണ്ട ചില ശുശ്രൂഷ, നീ അഭിമാനത്തോടെ, അവൻ പലരും വെല്ലുവിളിയോടെ കണ്ട ചില ദേശങ്ങളിൽ നീ അഭിമാനത്തോടെ കൈയടക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്. കഴിഞ്ഞ പ്രഭാത ദൈവസഭയുമായിട്ട് കണക്റ്റായി പറഞ്ഞ ദൂരം ഒന്നുകൂടി അഭിഷേകത്തിനോടും ദൈവാത്മ പറയുകയാണ്, ചിലർ നിന്നോട് ചേർന്ന് വരും. ഹല്ലേലൂയ. ചില സഭകൾ നിങ്ങളോട് ചേർന്ന് വരും. അഠാവന റീവനെ രഹസ്യാന അന്തരാദിവൽ കടകലനകടകദീവൽ പ്രമാന ഘടകസേ. ഒന്നിലും രണ്ടിലും ഈ ഹല്ലേലൂയ മിനിസ്ട്രി ഒതുങ്ങത്തില്ലെന്നേ അവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാ, അവൻ എണ്ണങ്ങൾ മിനിസ്ട്രിക്കകത്ത് സഭകളായി വർദ്ധിക്കാൻ സമയമായി. അഠാവന റീവനെ രഹസ്യാന അന്തരാദിവൽ
7 വർഷങ്ങൾ ഈ ദൈവസഭയുടെയും ഈ മിനിസ്ട്രിയുടെയും വളർച്ചയുടെ ഘട്ടമാണ്. ഇനി ആരടക്കി പിടിച്ചാലും അത് അടക്കി വെക്കാൻ പറ്റില്ല. കാരണം തളരാത്തൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്ന് വളർന്നെന്ന് പറഞ്ഞ പട്ടണത്തിനകത്ത്, പറ്റത്തില്ലെന്ന് പറഞ്ഞ ഇടത്തിനകത്ത് ഒരാത്മ പകർച്ചയ്ക്ക് മണ്ണ് സാധ്യം വഹിക്കാൻ സമയമായി. ഇന്ന് രാത്രി ഞാൻ അങ്ങനെ പറഞ്ഞ അവൻ വചനത്തിന്റെ വെളിപ്പാടും പ്രവചനത്തിന്റെ ശബ്ദവും അഭിഷിക്തന്റെ മേലും സഭയുടെ മേലും ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ആവേശത്തിനകത്ത് 2 പദങ്ങൾ കൂടി പറഞ്ഞ് നിർത്തട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വലിയ ആത്മപകർച്ച ഇതിനകത്ത് സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ഇനി എൻ്റെ പ്രസംഗത്തിന് ഇതിനകത്ത് പ്രസക്തി ഇല്ലെന്നറിയാം, പക്ഷെ അത് പ്രവചനമായതുകൊണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ഞാൻ ഹല്ലേലൂയ ആ 2 പദങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം ദൈവത്തിൻ്റെ മക്കളെ. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോകുന്നില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമാണ്. അത് നമുക്ക് ഇന്ന് രാത്രി മാറ്റി നിർത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, അവൻ തളർന്നിരിക്കുന്നവനെ ശക്തിപ്പെടുത്തും, ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കും. കാരണം എന്തെന്നറിയാമോ? ഏതോ ജീവിത സന്ധ്യകളിൽ ദൈവത്തിൻ്റെ മക്കൾ ഏതോ അവൻ പ്രതികൂല സന്ധ്യകളിൽ എവിടെയോ ഇത്തിരി ബലം കുറഞ്ഞു പോയപ്പോ നമ്മൾ എവിടെയൊക്കെ തളർന്നു പോയില്ലേ? ഏതൊക്കെ വാക്കുകളുടെ നടുവിൽ എവിടെയൊക്കെ നമ്മുടെ ബലം ക്ഷയിച്ചില്ലേ? പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ ശക്തിയെ കുറഞ്ഞിട്ടുള്ളൂ, നിന്റെ ബലമേ കുറഞ്ഞിട്ടുള്ളൂ, നിന്നെ വിളിച്ചവന്റെ ബലം കുറഞ്ഞിട്ടില്ല. ഇനിയും ഈ പോർക്കളത്തിനകത്ത് പടയതിനേക്കാൾ ശക്തിയോടെ, പടയതിനേക്കാൾ ബലത്തോടെ ചിലതിനെ ദൈവം തമ്പുരാൻ പുറത്തിറക്ക. അവ സമയമായെന്ന് പിശാച് പറഞ്ഞവൻ തളർന്നു പോയി, പിശാച് പറഞ്ഞവൾ തളർന്നു പോയി, പിശാച് പറഞ്ഞ അവളുടെ പ്രാർത്ഥന പറയുന്നത് പോലെയില്ല. പിശാച് പറഞ്ഞ അയ്യോ അവളുടെ ദർശനം മങ്ങിപ്പോയി, അവളുടെ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയി, അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. തലകുലിക്ക് ഇന്ന് രാത്രി സമ്മതിച്ചു കൊടുക്കുക. പക്ഷെ ഇന്ന് രാത്രി അവൻ തലകുലിക്ക് സമ്മതിച്ചു കൊടുക്കുക മാത്രമല്ല, കരുത്തോട് അതിനകത്ത് നിന്ന് ഇന്ന് രാത്രി എഴുന്നേൽക്കണം. വളർന്നെടുത്ത് എന്നെ കരം പിടിച്ച് കരുത്തു പകരാൻ ഒരുത്തൻ ഇന്ന് രാത്രി ഇതിനകത്ത് നിൽപ്പുണ്ട്. അവന്റെ കരത്തിന്റെ അവൻ കരുത്തിനാൽ ഞാൻ പുറത്തു വരും, പുറത്തു വരും. ഇന്ന് രാത്രി ചിലതിനോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു, അവന്റെ കരം പിടിച്ച് ചിലർ തളർന്നു പോയ ഇടത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി കരുത്തോടെ പുറത്തു വരികയോ. ദൈവസഭ കരുത്തോടെ പുറത്തു വരട്ടെ, ദൈവജനം കരുത്തോടെ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. തലകുലിക്ക് സമ്മതിക്കുമ്പോഴും നീ പറയണം, ഞാൻ തളർന്നത് ശരിയാ, നീ എന്നെ തളർത്തിയത് ശരിയാ. അത് എല്ലാ കാലത്തും പിശാചേ ഞങ്ങളെ നിനക്ക് തളർത്താൻ പറ്റില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിനക്ക് തളർത്താൻ പറ്റില്ല, ഞങ്ങളുടെ സുവിശേഷ വേലയിൽ ഞങ്ങളെ തളർത്താൻ പറ്റില്ല. കരുത്തനായവൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോ അവന്റെ കരത്തിന്റെ കരുത്തിനാൽ, അവന്റെ ആത്മാവിന്റെ കരുത്തിനാൽ, അവന്റെ അഭിഷേകത്തിന്റെ കരുത്തിനാൽ, അവന്റെ കൃപയുടെ കരുത്തിനാൽ ഒരു തലമുറ പിശാചിനെ പരാജയപ്പെടുത്താൻ ഇതിനകത്ത് നിന്ന് പുറത്തു വരും. അപ്പോഴും ദൈവം അടിവരയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ബാല്യക്കാരും യൗവനക്കാരും ക്ഷീണിച്ചും തളർന്നും പോകും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നീണ്ട രാത്രങ്ങൾ ദൈവമക്കളെ, പബ്ലിക്കിൽ ഈ പ്രാർത്ഥന നോട്ടീസ് ചെയ്യപ്പെട്ടില്ലെങ്കിലും അഭിഷിക്തന്മാർ ദിനരാത്രങ്ങളിൽ ഈ ആലയത്തിന് വേണ്ടി രഹസ്യവും പരസ്യവുമായി കരഞ്ഞ പ്രാർത്ഥനകൾ എന്തിനെന്നറിയാമോ? കാത്തിരിക്കുന്നവനവേ ഒരാത്മശക്തിയുടെ പകർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സംഭവിച്ചു കഴിഞ്ഞു. അവൻ ദൈവസഭ ഒരാത്മ പകർച്ചയ്ക്കകത്ത് കയറി കഴിഞ്ഞു. ഇനി നിങ്ങൾ അറിയേണ്ട 2 ദൂതുകൾ ദൈവം പറഞ്ഞു, നീ തളർന്നു പോകാതെ ഓടും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു എന്റെ മേൽ അവനിട്ട ദൈവ നിയോഗം ഇനി ഞാൻ തളരാനല്ല, ആത്മീക കരുത്തോടെ അവ ചലിക്കാനാണ്.
ക്ഷീണിച്ചു പോകാതെ അവർ നടക്കും. ഹല്ലേലൂയ. ഉപോത്ബലകമായ 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഏലിയാവിനെ നമുക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് നന്നായിട്ടറിയാം. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു കർമ്മേൽ അവൻ ഏലിയാവ് ഇസ്രായേൽ ജനത്തിലെ വമ്പന്മാരെ കൂട്ടിവരുത്തിയിട്ട് പറഞ്ഞു, ഒരു പ്രഖ്യാപനം നടത്തി. തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ ആരാണോ അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ, അവനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനകത്ത് വലിയൊരു വെളിപ്പാട് നിങ്ങൾ തിരിച്ചറിയണം. എടാ ആമേൻ, ദൈവം തീ പോലെ ഇറങ്ങി വരുന്നത് കാണാനല്ലെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. തീ കാണാനായിരുന്നെങ്കിൽ ദൈവത്തിന് മക്കളെ ഏതെല്ലാം സംവിധാനങ്ങളിൽ അവൻ മോശയുടെ കാലം മുതൽ ഈ ദൈവത്തെ തീ കൊണ്ടൊക്കെ പല കാലഘട്ടത്തിലും ഇടപെട്ട ദൈവമാണ്. കൂടാരങ്ങളിൽ, പർവ്വതത്തിൽ, അങ്ങനെയൊക്കെ തീയിലും പുകയിലും ദൈവത്തിൻ്റെ മക്കള് ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ആലോചനകളും ഒക്കെ കേട്ട ദൈവജനമാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർമ്മേലിൽ ദൈവം തമ്പുരാൻ തീ ഇറക്കുന്നത് കാണാനാണ് ഏലിയാവ് ഇവന്മാരെ വിളിച്ചു കൂട്ടിയത്. നല്ല മർമ്മം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവൻ ഈസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിക്കുന്ന ആവിചാരം ചെയ്യുന്ന ശരീരം, ഹല്ലേലൂയ, രക്തം വാർന്ന മുറിവേൽപ്പിച്ച് അവൻ പിശാചിനെ പ്രീതിപ്പെടുത്തി അവൻ, ഹല്ലേലൂയ, ദേശത്തിലെ ആലയങ്ങളുടെ ആരാധനകളുടെ ശക്തി അടച്ചു കളയുന്ന ബാലിന്റെ പ്രവാചകന്മാർ അവൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി അസയുടെ പ്രവാചകന്മാർ ഈസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ച് തടിച്ച് കൊടുത്തു തിരിക്കുമ്പോ അവൻ കർമ്മേൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള ദുരാത്മ ശക്തികളെ വിളിച്ചു വരുത്തുന്നവന് അവൻ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു ഏലിയാവിന്റെ മേൽ വീണ നിയോഗമാണ്. ഈ പ്രാർത്ഥന അങ്ങനെ ചേഞ്ച് ആകുകയോ അവൻ ഈ 40 ദിവസത്തെ പ്രാർത്ഥന പര്യവസാനിക്കുമ്പോ ദൈവത്തിന്റെ പൈതല് കർമ്മേലിനകത്ത് ഒരു തീയിറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഈ പട്ടണത്തിനകത്ത് അവൻ ദൈവത്തിന്റെ നിയോഗം തീ പോലെ ഇറങ്ങും. മർമ്മം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഒരു യാഗപീഠം ഒരുങ്ങിയപ്പോ, ഹല്ലേലൂയ, ബലിപീഠങ്ങൾ തകരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഏത് മുക്കിലും മൂലയിലും ദൈവത്തിന്റെ മക്കളെ ബലിപീഠങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലൊരു യാഗപീഠം, ആമേൻ, ഹല്ലേലൂയ, നന്നായി ഒരുങ്ങി തീയിറങ്ങുമ്പോ ബലിപീഠങ്ങൾ ദേശത്ത് അസ്തമിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഈ യാഗം ദൈവത്തിന് ബദല് ഒരാത്മപകർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, അവൻ ദുരാത്മ ശക്തികളുടെ ചില ബലിപീഠങ്ങൾ ദേശത്തിന്റെ അകത്തലങ്ങളിൽ ദൈവാത്മാവ് പൊളിച്ചു മാറ്റാൻ സമയമായി. ഇന്ന് രാത്രി ആ കരമടിച്ച ദൈവത്തെ ആരാധിച്ചിട്ട് ഒരാത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് മാത്രം തങ്ങാതെ ദൈവത്തിന് ബദല് പട്ടണത്തിലെ ബലിപീഠങ്ങൾ, യാഗപീഠങ്ങൾക്ക് വെല്ലുവിളിയായ, യാഗസ്ഥലങ്ങൾക്ക് വെല്ലുവിളിയായ അഭിഷിക്തന്മാരുടെ യാഗപീഠങ്ങളോട്, ശുശ്രൂഷകളോട് വെല്ലുവിളിക്കുന്ന ചില ബലിപീഠങ്ങൾ ഈ പട്ടണത്തിനകത്തുടയാൻ അവ സമയമായി. അന്തരാദികൾ ഘടകടകടകടീവൽ പ്രമാണക കർമ്മേലിന്റെ മർമ്മം നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസഭയ്ക്ക് വേണ്ടി പറയുക. അവൻ കർമ്മേലിനകത്തൊരു യാഗപീഠം, അവൻ, ഹല്ലേലൂയ, അവൻ സ്വത്തന്റെ ബോധനയാഗത്തിന് സമയമായപ്പോ ഏലിയ ഓടി വന്നു. അവൻ, ഹല്ലേലൂയ, അവൻ മൃഗത്തെ കഷ്ടമാക്കി അവൻ വിറകടിക്കുന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ഇത് എന്തിനെന്നറിയാമോ? യാഗം കാണാത്ത ദൈവജനമല്ല ഇസ്രായേലിലുള്ളത്, യാഗസ്ഥലം കണ്ടിട്ടില്ലാത്ത ദൈവജനമല്ല ഇസ്രായേലിലുള്ളത്. അവൻ, നിങ്ങൾ തിരിച്ചറിയണം, അവന് തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു യാഗപീഠം ഉയരുന്നുണ്ടെങ്കിൽ ഇന്നലകളിലുള്ള ദുരാത്മ ശക്തികളുടെ പ്രവാചകന്മാരുടെ പഠനം ആരംഭിച്ചെന്നാണ് ഇന്ന് രാത്രി ദൈവത്തിലെ ആത്മാവ് പറയുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്തൊരു യാഗപീഠം അവൻ ഭംഗിയായി ഉയർന്നെങ്കിൽ ദൈവത്തിനെതിരെ കഴിഞ്ഞ ദിനരാത്രങ്ങൾ ഒരു യാഗപീഠം മനോഹരമായി ഈ പട്ടണത്തിനകത്ത് ഉയർന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പോ, ഇത് പാലിന്റെ പ്രവാചകന്മാർ, അസയുടെ പ്രവാചകന്മാർ തീരാൻ സമയമായി.
ഈവൽ കടകജാല വൈഡ പ്രമാന ഹത്തരാനല അതുരജാല വൈഡ പ്രബല ഘടകനാനരഘടകനാനലകസി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, എടാ ഈ സഭയിൽ നിന്റെ മേശയെങ്കിൽ ഇരിക്കണവൻ പുറത്ത് വരണമെങ്കിൽ ഒരു വെല്ലുവിളി ഉണ്ടാകണം. അവനോട് പറഞ്ഞ് തീ കൊണ്ട് ഉത്തരവരുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു. അവന് കാര്യം മനസ്സിലായില്ല. എടാ ഇവനേക്കാൾ തീ ഇറങ്ങുന്ന ദൈവങ്ങൾ ബാലിനുണ്ട്, അശേരയ്ക്കുണ്ട്. അവനെ വെളിപ്പെടുത്താൻ 850 എണ്ണം ചാടി പുറപ്പെട്ടു. തിരിച്ചറിയണം. അവൻ യഹോവയ്ക്ക് വേണ്ടി ഒറ്റ യാഗപീഠമേയുള്ളൂ. എന്റെ ദൈവത്തിന് വേണ്ടി ഒറ്റ യാഗപീഠമേ അവൻ അവിടെ ഉണ്ടായുള്ളൂ. പക്ഷേ ബാലിന്റെ സകല ബലിപീഠങ്ങളും ഒറ്റ യാഗപീഠത്തിനകത്ത് തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ പര്യവസാനിക്കുന്നത് ദൈവമതലെ ഒരു അഭിഷേകം കൊണ്ട്, ഒരു അടയാളം മാത്രമല്ല. ദുരാത്മശക്തികളുടെ ഇരിപ്പിടങ്ങൾ സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ അവൻ സന്ദർശിക്കാൻ സമയമായി. ആ കരമടിച്ചൽപ്പനിമിഷങ്ങൾ ആത്മനിറവിൽ ദൈവജനം ആരാധിച്ചു തുടങ്ങ്. അവൻ ചില ബാലിന്റെയുടെ അശേരയുടെ പ്രവാചകന്മാര് പുറത്ത് ചാടിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന് മുതൽ സ്വർഗം ചിലതിനെ പുറത്ത് ചാടിക്കാൻ സമയമായി. സമയം നമ്മെ ഹല്ലേലൂയ വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറഞ്ഞു വിടുവാ ദൈവത്തിന്റെ മക്കളെ. നിങ്ങൾ ഇന്നത്തതിൽ ആരാധിച്ചുകൊണ്ട് ദൈവ ശബ്ദവും പ്രവചന ദൂതുവാ. അതുകൊണ്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഏലിയാവ് കർമ്മേല യാഗങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തീയാടാൻ വിളിച്ചതല്ലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ സഭയോട് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അവൻ ഇതൊരു യാഗപീഠമായി മാറുമ്പോൾ ഇല ബലിപീഠങ്ങൾ തകരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ഇതിനെ സ്വോത്രം ചെയ്യുകയാണ്, ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇനി ഒരു ബലിപീഠം ഉയരാതിരിക്കാൻ, ഇനി ഒരു ഹല്ലേലൂയ ആവിയാര തറകളും ഉയരാതിരിക്കാൻ, ഇനി ഒരു ആവിയാര ഗന്ധരങ്ങളും അവൻ ജനത്തിനെതിരെ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാ, നാം ഒരു യാഗപീഠമായി ഇന്ന് രാത്രി മാറുന്നെങ്കിൽ നിനക്കെതിരെയുള്ള ചില ബലിപീഠങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് പൊളിക്കും. നിന്റെ കുടുംബത്തിനെതിരെയുള്ള ചില ബലിപീഠങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് പൊളിക്കും. നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെയുള്ള ബലിപീഠങ്ങൾ ഇന്ന് രാത്രി ദേശത്ത് പൊളിയുക. ബലിപീഠങ്ങളെ പൊളിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ ആ ദേശത്ത് തീ കൊണ്ട് യാഗപീഠത്തിനകത്ത് ഉത്തരമരുളി. ഇനി എന്നെ കേൾക്കണേ ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. അവയെ സ്വോത്രം ചെയ്യുകയാണ്. കീശോൻ തോട്ടിക്കൊണ്ടുവന്ന് ഇതിനെ കംപ്ലീറ്റെണ്ണത്തിന് കഴുത്ത് വെട്ടി. ഹല്ലേലൂയ. സമയം പാസ്റ്ററേ, ഹല്ലേലൂയ. ചിലതിനെ സ്വോത്രം ചെയ്യുകയാണ് കഴുത്ത് വെട്ട സമയമായി. ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, ആമേ, ചില ദുരാത്മ ശക്തികൾ വെട്ട സമയമായി. സാപ വെട്ടും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രഭാതം ഇവിടെ ആരോടെയൊക്കെ തലയൊക്കെ വെച്ചപ്പോൾ ദൂത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ പിശാച് മിന്നൽ പിണർ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അവൻ സ്വോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നൊരു കൂട്ടം ജനം പറഞ്ഞു, അത് പ്രത്യക്ഷമായി ദൈവസഭ അവൻ നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും അവൻ അന്തരീക്ഷത്തെ പിരിക്കുമ്പോൾ പിശാച് മിന്നൽ പിണർ പോലെ സാത്താൻ വീഴുന്നത് നിങ്ങളുടെ ആത്മീക കണ്ണുകൊണ്ട് ഭൗതിക കണ്ണുകൊണ്ടും പ്രത്യക്ഷമായ അടയാളങ്ങളോട് കാണുമെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? അവൻ ഇവരെ കംപ്ലീറ്റ് എണ്ണത്തിന് വെട്ടി. ഹല്ലേലൂയ. സഭ ചില ദുരാത്മശക്തികളെ വെട്ടാൻ അധികാരം പ്രാപിക്കുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കൾ ഇന്ന് രാത്രി ദുരാത്മശക്തികളെ വെട്ടാൻ അവൻ ഹല്ലേലൂയ അവൻ അധികാരം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില യൗവനക്കാർ ഇന്ന് രാത്രി പ്രാർത്ഥനകളിൽ ചില ദുരാത്മശക്തികളെ വെട്ടാൻ, ചില ആവിചാരത്തിൻ്റെ ശക്തികൾ നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് ഇനി പാർക്കാൻ അനുവദിക്കാതെ വണ്ണം അവൻ നിന്റെ പ്രാർത്ഥന എന്ന വാൾ ഉയരുമ്പോ അത് വെട്ടേറ്റ് ചിറകരിഞ്ഞ് വീഴുന്നത് പോലെ വീഴും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൂതം നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഹല്ലേലൂയ.
രാത്രി ഞാൻ പറഞ്ഞൊരു സന്ദേശത്തിനകത്തേക്ക് ഞാൻ ഓടി വന്ന് നിർത്താം. ഹല്ലേലൂയ. സമയം ഇങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ആത്മസാന്നിധ്യത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ മക്കളെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവമകത്ത് ഇതിനകത്ത് ചലിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ ഇവന്മാരെ കംപ്ലീറ്റ് എണ്ണത്തിന് ഗീശം തൊട്ടിക്കൊണ്ടുവന്ന് കഴുത്ത് വെട്ടി. ഹല്ലേലൂയ. എന്നിട്ട് സ്വത്തരം ചെയ്യുകയാണ്. ഏലിയാവ് വന്ന് അവൻ ആഹാബിനോട് പറഞ്ഞു, വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. ഹല്ലേലൂയ. അവൻ സ്വത്രം രഥം പൂട്ടി യാത്ര തിരിക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവൻ ഹല്ലേലൂയ 3.5 വർഷം ദേശത്ത് മഴ പെയ്യാണ്ടിരിക്കുവാണ്. ദേശം വിണ്ടുകീറി, നിലങ്ങൾ വിത്തുകളെ പൊടിക്കാണ്ടായി, ഫലങ്ങളെ തരാണ്ടായി, ആകാശത്തിലെ കിളിവാതിലുകൾ, ആടിയുടെ ഉറവുകൾ അടഞ്ഞുപോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിലെ അവൻ സ്വത്രം ചെയ്യുകയാണ്. ഇവൻ ജാതീയ രാജാവല്ല, ഇസ്രായേലിന്റെ പരമോന്നതനായ ദൈവം തമ്പുരാന്റെ അവൻ സ്തോത്രം ചെയ്യുകയാണ്. അധികാരത്തിന്റെ പകർച്ചയിൽ ഇസ്രായേലിന്റെ തേർവാഴ്ചകളെ പൊളിക്കാൻ. ഹല്ലേലൂയ. എനിക്കൊരു ഫിസിക്കൽ സ്വത്തരൻ ഇഷ്യൂ എൻ്റെ വായിക്കകത്തുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ടാണ് ഇടയ്ക്ക് ശബ്ദമൊക്കെ ഇച്ചിരി മുറിഞ്ഞു പോണേ. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിക്കരുത്. ഇന്ന് രാത്രി പറയാൻ തരമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ഇവൻ സ്തോത്രം ചെയ്യുകയാണ്. രാജകീയ പിന്തുടർച്ച ഇസ്രായേലിൻ്റെതാണ്. അപ്പം ഇസ്രായേലിൻ്റെ രാജാവായി ഇരിക്കേണ്ടവനാണ്. ജാതീയ രാജാവിനെ പോലെ തരം തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ഇവൻ്റേതാ. ഇവൻ സ്വത്തനൊരു വലിയ മഴയുടെ മുഴക്കം ഉണ്ടെന്ന് കേട്ട ദൈവദാസന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇവൻ പറയേണ്ടതല്ലേ, യജമാനനെ രഥം പൂട്ടി ഞാൻ യാത്ര തിരിക്കുക, അദ്ദേഹം ഇത്രയും ശുഷ്കാം തിരിച്ചിരുന്ന് കാട്ടിലും മലയിലും താഴ്വരയിലും ഒക്കെ ഇരുന്ന് സ്വത്തനം ചെയ്യുകയാണ്. ദൈവം തമ്പുരാൻ തീ കൊണ്ട് ഉത്തരമരളി ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, യാഗപീഠം ഉയർന്നു. ഇനി ഇസ്രായേലിലെ ദൈവം ഹല്ലേലൂയ യാഗ തന്നെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ജനസമൂഹം എഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നോടുകൂടെ ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ടെങ്കിൽ താങ്കൾ നനഞ്ഞില്ലാണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രഥത്തിനകത്ത് കയറ്റി അഭിമാനത്തോടെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഏലിയാ വിചാരിച്ചു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ ഏലിയാവിന് ആ രഥത്തിനകത്ത് കയറ്റിയില്ല. ആഹാബ് രഥം പൂട്ടി ഇസ്രായേലിൽ അവൻ തിരിക്കാനിടയായി. രാജാവിന്റെ രഥങ്ങളുടെ കുതിരകളുടെ ശക്തി നമുക്കറിയാം, ദൈവത്തിന് ബദല്. പക്ഷേ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ഒരു പദം പറഞ്ഞു, ഞാൻ ശക്തിപ്പെടുത്തിയാൽ എന്റെ ജനം തളർന്നു പോകാതെ ഓടും. കർമ്മേലിനകത്ത് അവൻ ഈ പൈശാചിക തലങ്ങളെ തകർക്കാൻ കരുത്ത് പ്രാപിച്ചവന് ഈ രഥങ്ങളുടെ മുൻപിലോട് അവന് നിസാരമാണ്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ദൈവം തമ്പുരാൻ ഏലിയാവിന് ബലപ്പെടുത്താനിടയായി. അവൻ ഇന്ന് രാത്രി വചനം പറയുകയാണ്, ഇസ്രായേലിൽ എത്തുന്നത് വരെ ഏലിയാവിന്റെ ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവം പറഞ്ഞില്ലേ, അവൻ നീ തളർന്നു പോകാതെ ഓടുമെന്ന്. ഇന്ന് രാത്രി ദൈവത്തില് രഥങ്ങള് പിന്നിലാക്കിക്കൊണ്ട് ചലിക്കാൻ ഒരാത്മശക്തി ഇന്ന് രാത്രി അവൻ ചിലതിനെ തൊടുന്നുണ്ട്. ഇനി ചില ഏലിയാവിന്റെ രഥങ്ങൾക്ക് പുറകിലല്ല. ഇന്ന് രാത്രി ഏലിയാവിന്റെ രഥങ്ങൾക്ക്, ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപിൽ ഓടുന്ന ആത്മീക കരുത്ത് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം കൈമാറുന്നുണ്ട്. രാത്രി ആ ദൂത് നിങ്ങൾ നിൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ പറഞ്ഞവ തളർന്നു പോകാതെ ഓടും. ഞാൻ ശക്തിപ്പെടുത്തിയ, ഞാൻ ബലപ്പെടുത്തിയ തളർന്നു പോകാതെ ഓടും. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട്, എൻ്റെ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഈ 39ാമത്തെ രാത്രി നിന്നുകൊണ്ട് പറയാം, ദൈവം ചില ആത്മീക കരുത്തുകൾ നിങ്ങളുടെ മേൽ പകരുകയാണ്. എന്തിനെന്നറിയാമോ? ലാഹാബിരുദങ്ങൾക്ക് പുറകിലല്ല. അവൻ നിന്നെ മാനിക്കണ്ട, അവൻ നിന്നെ കരുതണ്ട. പക്ഷെ ആത്മീക കരുത്ത് ഇന്ന് രാത്രി ആഹാബിരുദങ്ങൾക്ക് മുൻപിലോടാൻ എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഒരു ശക്തി തളർന്നല്ല വളരാതെ ഓടാൻ ഒരു ഏലിയാവിനെ ദൈവം ശക്തിപ്പെടുത്തി. അതേ ഏലിയാവ് 19ാമത്തെ അധ്യായത്തിനകത്ത് വന്നപ്പോൾ ഒരു ചൂരച്ചെടിയുടെ തണലിൽ അവൻ കിടന്നുറങ്ങിക്കൊണ്ട് പറഞ്ഞു, മതി കർത്താവേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിലെ ഈസബേൽ എന്ന് പറയുന്ന പോട്ടിപ്പെണ്ണ് പറഞ്ഞു, ആഹാബിൻ്റെ അരമനയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഈ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു കളഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാർ നിന്റെ തല വെട്ടിയില്ലെങ്കിൽ എന്നോട് അധികം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇന്നലകളിൽ 850 തട്ടിയവൻ തീ കൊണ്ട് യാഹുവേ ദൈവമെന്ന് വെളിപ്പെടുത്തിയവൻ അവൻ ഹല്ലേലൂയ ദൈവത്തിന് ബദല് ഒരു ചൂരച്ചിന്റെ തണലിൽ കിടന്നുറങ്ങുകയാ. ദൈവം തമ്പുരാന് വെറുതെ നിന്നെ വിടാൻ പറ്റില്ല. ഏലിയാവേ, നീ ദൈവത്തിന് വേണ്ടി നിന്നവനാണ്, നീ ദൈവത്തിന് വേണ്ടി ഓടിയവനാണ്. ദൈവം തമ്പുരാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു, എന്റെ
ഭക്തൻ തളർന്നു പോയി. അവന്റെ ശുശ്രൂഷ തീർന്നില്ല. അവൻ അറിയവനെ ഒരു അവൻ ഹല്ലേലൂയ കിരീടത്തിലും ഒരു സാരാവത്തിലും ഒക്കെ അവൻ സഞ്ചരിച്ചവന് ഒരു ചൂരച്ചടിയുടെ തണലിൽ തീർക്കുന്ന ദൈവത്തെ അല്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്, അവൻ നിന്നെ ബലപ്പെടുത്തേണ്ടതിന് ദൈവം തന്റെ ദൂതനെ ഇന്ന് രാത്രി നിന്നെ ബലപ്പെടുത്തുവാനുള്ള കരുത്തുമായി ഇന്ന് രാത്രി ഇതിനകത്ത് അയക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കടലിൽ ചുട്ടയടയും അവൻ വെള്ളവുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഏലിയാവിന്റെ തലക്കടിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ. അവൻ ഏലിയാവിൻ്റെ തലക്ക നിൽക്കുക. സ്വത്രം. ഹല്ലേലൂയ. അവനെ തട്ടി ഉണർത്തി. ഹല്ലേലൂയ. ഈ അപ്പവും അവൻ വെള്ളമൊക്കെ കൊടുത്തു. സ്വത്രം ചെയ്യുകയാണ്. ഏലിയാവ് ഈ ആഹാരം കഴിച്ചുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങുക. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ വിടില്ല. ഹല്ലേലൂയ. കേട്ടത് ദൈവ ശബ്ദമെങ്കിൽ, പ്രാപിച്ചത് അഭിഷേകമെങ്കിൽ, നീ തളരുന്നിടത്ത് ഇന്ന് രാത്രി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. നീ ഉടഞ്ഞെടുത്ത് ദൈവം തമ്പുരാൻ അവൻ നിനക്ക് വേണ്ടി നിൽക്കും. എന്തിനാണെന്നറിയാമോ? നീ നെഞ്ചെത്തി ഒരു ദൈവമുണ്ട്. അവൻ ക്ഷീണിച്ചിട്ടില്ലെന്ന് നിന്നിലൂടെ എന്റെ ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റൂ. അവൻ നിന്നിലൂടെ ഇന്ന് രാത്രി അത് വെളിപ്പെടുത്തും. വീണ്ടും തട്ടി ഉണർത്തി അവനെ സ്വത്രം ചെയ്യുകയാണ്. വെള്ളവും അവൻ അട്ടയൊക്കെ കൊടുത്തു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവുകളും 40 പകലുകളും ഹോരേബെത്തുന്നവരെ ഏലിയാവ് നടക്കാൻ തുടങ്ങി. തമ്പുരാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ തളർന്നു പോകാതെ നടത്താമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ഏലിയാവുമാരോട് ആത്മാവ് ഇന്ന് രാത്രി പറയുകയാണ്, നീ തളർന്നത് ശരിയാ, പക്ഷെ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ പ്രാർത്ഥന ക്രമീകരിച്ചത് നിന്നെ അങ്ങനെ തളർത്താനല്ല, അങ്ങനെ തളർന്നവനെ പോലെ ക്ഷീണിച്ചവനെ പോലെ നിന്നെ വിടാനല്ലേ. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന് വചനം പറയുകയാണ്, ആ ആഹാരത്തിന് ബലം കൊണ്ട് 40 രാവുകളും 40 പകലുകളും അവൻ ഹോരേബെത്തുന്നത് വരെ അവൻ തളർന്നു പോകാതെ അവൻ നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവത്തിലെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അവൻ നിന്റെ മേൽ സ്തോത്രം. സ്വത്രം ചെയ്യുകയാണ്. 40 രാവുകളും 40 പകലുകളും അവന് ഹോരേബെത്തുന്നത് വരെ ദൈവം തമ്പുരാൻ ഏലിയാവിനെ നടത്താൻ തുടങ്ങി. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടച്ചാട്ടെ. ദൈവത്തോട് ഇന്ന് രാത്രി പറ, അപ്പാ എവിടെയൊക്കെ ഞാൻ തളർന്നു പോയി, പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ആത്മീക കരുത്ത് പകരുന്ന അങ്ങയുടെ സാന്നിധ്യം എന്നെ ഇന്ന് രാത്രി തളർന്നു പോകാതെ എൻ്റെ ദേശത്തിനകത്ത്, എൻ്റെ ബന്ധങ്ങളുടെ നടുവിൽ, എൻ്റെ സ്വന്തങ്ങളുടെ നടുവിൽ എന്നെ നടത്തുന്ന ആത്മീക കരുത്ത് ഇന്ന് രാത്രി എൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കാൻ കേൾപ്പുള്ള ദൈവമക്കളില്ല. ഇന്ന് രാത്രി അതരം തുറന്നേ. ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ നിങ്ങളുടെ അതരങ്ങൾ സ്തോത്രം കൊണ്ട് ഇന്ന് രാത്രി നിറയട്ടെ. ചില പാട്ടിൽ ചില വരികൾ പാടി നാം ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ അല്പനിമിഷങ്ങൾ ആരാധിക്കാൻ പോകുക. ആരാധിക്കുന്നത് വെറുതെ ആകരുത്. അവൻ ഇന്ന് രാത്രി ആത്മനിയോഗത്തിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന്റെ ദാസന്മാരോട് ചേർന്ന് ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരാത്മീക ബലം നിന്റെ മേൽ, ഒരാത്മീക കരുത്ത് ഇന്ന് രാത്രി നിന്റെ മേൽ, ഒരു അഭിഷേകത്തിന്റെ കരുത്ത് ഇന്ന് രാത്രി നിന്റെ മേൽ. തേജസ്സുന്നു ഇവിടെ, ദൈവത്തിന്റെ തേജസ്സുന്നു ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മശക്തിയാലിന്നു നടത്തണമേ, ആത്മശക്തിയാലിന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും എഴുകൂ പോലൊരുക്കണമേ, ഇന്നും എഴുകൂ പോലൊരുക്കണമേ. ചേർന്ന ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു,
വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിൽ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ചേർന്നേ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ചേർന്ന് വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ തേജസ് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം ചേർന്ന്. ദൈവത്തിന്റെ തേജസ് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാ ശരധര